പഴയ നിയമത്തിൽ സൃഷ്ടികർത്താവായ യഹോവ, പുതിയ നിയമത്തിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം, വെളിപ്പാടിലെ ഇടിനാദവും സർവശക്തനും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് സഭ ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന് എന്ന ഈ ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക. ഇല്ലാഞ്ഞാൽ നന്നല്ല. ആമേൻ. വളരെ പ്രധാനപ്പെട്ട ഒരു തലക്കെട്ട് അല്ലെങ്കിൽ ടോപ്പിക്കിനെ ആധാരമാക്കിയുള്ള വിശകലനത്തിനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിലൊക്കെ കടക്കും മുമ്പ് ഒരു ചെറിയ മുഖവുര ആവശ്യമാണ്. സോഷ്യൽ മീഡിയ ശക്തമായിട്ടുള്ള ഒരു കാലഘട്ടം. അത് ഗുണത്തിനും ദോഷത്തിനുമായി പ്രയോജനപ്പെടുത്തുന്ന ധാരാളം ആളുകൾ. അങ്ങനെയാണെങ്കിൽ അതിനുള്ളിൽ നിന്ന് കിട്ടുന്ന വചനവിപരീതമായ പഠനങ്ങൾ, ചിന്തകൾ, അതിൻ്റെ നടുവിൽ വിശുദ്ധ തിരുവെഴുത്തിലെ ദൈവ വിശ്വാസ സംബന്ധി ആയ ത്രിയേകത്വം എന്ന ആത്മീക സത്യം ഏറെ ചോദ്യം ചെയ്യാൻ ചില ആളുകൾ തയ്യാറാകുന്ന ഒരവസരം. ആദ്യം നമുക്കിത് സംബന്ധിച്ച് അറിയേണ്ട ഒരു കാര്യം പറയാം. രണ്ട് കാര്യങ്ങൾ നമ്മുടെ പ്രഭാഷകരും അധ്യാപകരും ഒക്കെ ചേർന്ന് ആവശ്യമില്ലാത്ത ഒരു എന്താ പറയുക, ഗൗരവം, അല്ലെങ്കിൽ ഗൗരവം എന്ന പദം ശരിയല്ലെന്ന് തോന്നുന്നു, പ്രയാസമാണ് എന്ന് പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ട്രിനിറ്റി മനസ്സിലാക്കാൻ പ്രയാസമാണ്. രണ്ടാമത് പറയുന്നൊരു കാര്യം വെളിപ്പാടും ദാനിയേലും മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇങ്ങനൊരു മുൻവിധി എന്തിനാണ് സെറ്റ് ചെയ്തത് എനിക്കറിയില്ല. അനിവാര്യമല്ലായിരുന്നു ഇത് രണ്ടും. ഈ വണ്ണസ് പെന്റക്കോസ്റ്റൽസാണ് ഇപ്പോൾ ഈ നമ്മുടെ ചർച്ചയ്ക്ക് ആധാരം. അതും എടുക്കാം, ബാക്കിയും പറയാൻ കുഴപ്പമില്ല. വിപരീത ദിശയിലേക്ക് വന്നാൽ ട്രിനിറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം ബോധ്യം വരും. ഇവരെന്താ പറയുന്നത്? നമ്മൾ പോലും പറയാറുണ്ട് ഇവർ പിതൃനിഷേധികളാണ്. എന്നാൽ അവർ പറയും ഞങ്ങൾക്ക് പിതാവുമുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, അത് നമുക്ക് പിന്നെ പറയുമ്പോൾ ബോധ്യപ്പെടും. അത് പറയുന്നു പിതാവ് തന്നെ പുത്രൻ, പുത്രൻ തന്നെ പരിശുദ്ധാത്മാവ്. ഇത് മൂന്നും ദൈവത്തിൻ്റെ മൂന്ന് അവസ്ഥകളാണ്. അവസ്ഥ, ദൈവത്തിൻ്റെ മൂന്ന് അവസ്ഥകളാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഏകദൈവം, ആ ഏകദൈവം സൃഷ്ടി നടത്തിയപ്പോൾ പിതാവായി. ആ ദൈവം മനുഷ്യനായി വന്ന് വീണ്ടെടുപ്പ് നടത്തി. ആ ദൈവം പരിശുദ്ധാത്മാവായി വന്ന് സഭയുടെ പരിപാലനത്തിൽ ഏർപ്പെട്ടു. ഇത് കേട്ടാൽ വലിയൊരു അപകടം പോലെ തോന്നില്ല, കൊള്ളാമല്ലോ എന്ന് തോന്നും അല്ലേ? പക്ഷെ വലിയൊരു അപകടമാണ്, വലിയ അപകടമാണ്. എന്താ അപകടം? അത് മൊത്തം പറയാൻ എന്നിട്ട്. അപ്പോൾ ഈ അവർ ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് മനസ്സിലായോ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്താ? ദൈവത്തിൻ്റെ മൂന്ന് അവസ്ഥകൾ. അതാണ് പറയുന്നത്. പഴയ നിയമകാലം മുതൽ ദൈവം നേരിട്ട് വഴി നടത്തിയപ്പോൾ പിശാച് വന്ന് അവരെ തെറ്റിച്ചു. തോട്ടത്തുനിന്ന് പുറത്താക്കിയെങ്കിലും വീണ്ടും കർത്താവ് തന്നെ വഴി നടത്തപ്പോൾ അവരാരും കേട്ടില്ല. പിന്നെ നോഹയെ ഉപയോഗിച്ചു, മോശയെ ഉപയോഗിച്ചു, ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും ഉപയോഗിച്ച് വഴി നടത്തി. അവരാരും കേട്ടില്ല. അപ്പോഴെല്ലാം കർത്താവ് അവരിലൂടെ സംസാരിച്ചു. അവസാനം പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെടുക. ഓരോ കാലത്തും പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെടുവൻ, നിങ്ങൾ പാപത്തിലാണ്, ഇല്ലെങ്കിൽ മരണപ്പെട്ടു പോകുന്നു. ഒടുവിൽ ദൈവത്തിൻ്റെ വചനം അവർക്ക് കൊടുത്തുന്നു. ഇസ്രായേലിൻ്റെ രാജാവും സൈന്യങ്ങളുടെ യഹോവയും തങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ യഹോവ രാജാതി രാജാവും കർത്താതി കർത്താവുമായി ആയവൻ തന്നെ വന്ന് അവരെ രക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാലോ അവരെ പാപം മോചിച്ച് വിടുവിച്ചു പോകും. പക്ഷേ യഹോവ തന്നെ ഇറങ്ങി വന്ന് അവരെ രക്ഷിക്കുമെന്ന വചനം അവർക്ക് കൊടുത്തിരുന്നു. എന്നാൽ വന്നപ്പോൾ
യേശു എന്ന പേർ വിളിക്കണമെന്ന് പറഞ്ഞു. മാത്രമല്ല യേശു വന്നപ്പോഴോ യേശുവിൻ്റെ ജനനം തന്നെ അവർക്ക് ഉൾക്കൊണ്ടില്ല. അവൻ്റെ സഹവാസം ആരോട് കൂടെ? വേശ്യമാർ, ചുങ്കക്കാർ, പൊട്ടൻ, കുരുടൻ, വ്യഭിചാരികൾ, ഭൂതഗ്രസ്തർ, ഇവരോടെല്ലാം സഹവാസമായിരുന്നു. അവർക്കത് മനസ്സിലായി. കാര്യം അവർ പ്രതീക്ഷിക്കുന്ന ദൈവം പരിശുദ്ധൻ, ദൈവം മാത്രം പരിശുദ്ധൻ. പരിശുദ്ധനായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ അന്നത്തെ മഹാപുരോഹിതൻ്റെ അടുക്കൽ പോകണം, യെരുശലേം ദേവാലയത്തിൽ പോകണം. പക്ഷേ യേശു അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തം. കാരണം കൊട്ടാരത്തിൽ ജനിച്ചു വന്ന് യെരുശലേമിലാണ് യേശു സ്ഥിരമായിട്ട് ജപിച്ചിരിക്കുന്നത് പോലെ ഇരുന്നു എങ്കിൽ പാപികൾ കിടക്കുന്നതെല്ലാം വഴിവെക്കില്ല. യേശു വന്നത് പാപികളെ രക്ഷിക്കുവാനാണ്. അതുകൊണ്ടാണ് പാപികൾക്ക് മോചനം ലഭിച്ചത്. നീതിമാന്മാരെന്ന് പറഞ്ഞവർക്ക് വേണമെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വരാം. അവർ വന്നു. പക്ഷേ യേശു ആരാണെന്ന് മനസ്സിലാകാതെ തള്ളിക്കളഞ്ഞതുപോലെ തന്നെയാണ് ഇന്നും ലോകത്തെ മുഴുവൻ ക്രിസ്ത്യാനികളും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ വന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ യേശുവിൻ്റെ ജനനവും വളർച്ചയും യെരുശലേമിലല്ല, മഹാപുരോഹിതന്മാരുടെ ഇടയിലല്ല. എങ്കിലും പഴയ നിയമത്തിൽ അവർക്ക് വെളിപ്പെട്ട അതേ ദൈവം തന്നെയാണോ പാപപരിഹാര മാർഗത്തിന് വന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ദൈവവചനപ്രകാരം നോക്കുക. ഈ അന്ത്യകാലത്ത് യേശു പറഞ്ഞു, ലോകം നോഹയുടെ കാലം പോലെയും സോദോമിൻ്റെ നാളുകൾ പോലെയും. ദൈവവചനം അറിയിക്കാൻ ഒരുവനുണ്ടായിരുന്നു. ദൈവവചന സത്യം വിളിച്ചു പറഞ്ഞു കൊടുത്ത് കേട്ടിട്ടും തള്ളിക്കളഞ്ഞ ജനമാണ് 99% പേരും. ഇന്നും അതുകൊണ്ടാണ് കർത്താവിൻ്റെ നാമത്തിൽ ഈ സുവിശേഷം, സത്യസുവിശേഷം നിങ്ങളോട് അറിയിക്കുന്നത്. കേട്ടാൽ എത്ര പേര് വിശ്വസിക്കും നിങ്ങൾ തന്നെ തീരുമാനിക്കാം. ഓക്കെ. അങ്ങനെ ഇന്നോ വാതിലിടുക്കമുള്ളത്, വഴി ഞെരുക്കമുള്ളത് കണ്ടെത്തുന്നവർ ചുരുക്കം. വിളിക്കപ്പെട്ടവർ അനേകർ, സഭകളിലിരിക്കുന്നവരെല്ലാം വിളിക്കപ്പെട്ടവരാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവരോ അതിൽ നിന്ന് ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ശേഖരിക്കുന്നവർ ചുരുക്കം. കളപ്പുരയിലും കുറേ ജനം വന്നുകൂടും. പക്ഷേ തേജസ്കരിക്കപ്പെടുന്നതോ അതിലേറെ ചുരുക്കം. നോക്കൂ, യേശുവിൻ്റെ ഇവിടെ ഉദാഹരണം 12 പേരുണ്ടായിരുന്നു. യേശു തേജസ്കരിക്കുന്ന സമയത്ത് മറുമലയിൽ പോയപ്പോൾ 3 പേരെ പോയുള്ളൂ. അവരാണ് വിശുദ്ധന്മാർ. ബാക്കി ഉറങ്ങുന്ന മണവാട്ടിയ, ഒരുവൻ അവിശ്വാസിയ, യൂദ എതിർ ക്രിസ്തു ആയിരുന്നു. അങ്ങനെയെങ്കിൽ സകല മനുഷ്യനും ഭോഷ്ക് പറയുന്നു, ദൈവം മാത്രം സത്യവാൻ. നമുക്ക് ചില വചനങ്ങൾ നമുക്ക് നോക്കാം. അതിന് നമുക്ക് യേശുവിൻ്റെ വരവ് എങ്ങനെയാണ് നോക്കാം. ലൂക്കോസ് 1:31 പറഞ്ഞു, നീ ഗർഭം ധരിച്ച, അത് കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. വരുന്നത് ആരാണെന്ന് നോക്കണം, പേരെന്തിട്ടു നോക്കണം. യേശു വരുന്നത് ആരാണെന്ന് നോക്കണം, അവന് യേശു എന്ന് പേരിടണം. മത്തായി 1:21 പറയുന്നു, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ, അവരുടെ ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ പാപങ്ങളുടെ മോചനത്തിനുള്ള നാമം കർത്താവായ യേശു ക്രിസ്തു. അതാണ് പുതിയ നിയമസഭയിലെ സ്നാനം, പാപമോചനത്തിന്. അത് കർത്താവായ യേശു ക്രിസ്തു നാമം തന്നെ വേണം. പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് പാപമോചനം ഒറ്റ നാമം, കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് കന്യകയിൽ നിന്ന് ജഡശരീരം എടുത്തു വന്നത്, രക്തത്തോടു കൂടി വന്നതെന്നാണ്. നമുക്ക് ഓരോ വചനവും നമ്മൾ റിവേഴ്സിൽ നോക്കുകയാണ്. യേശുവിടെ വന്നു. പക്ഷേ ഇതിനു മുമ്പുള്ള വചനങ്ങൾ ടാലിയായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യേശു വേറെ വ്യക്തിയാണോ അതോ സൃഷ്ടിതാവായ ദൈവം വാഗ്ദത്തം ചെയ്തിരുന്ന ആരിറങ്ങി വരുമെന്ന് പറഞ്ഞ് അവൻ തന്നെ വന്നതാണോ നമുക്ക് നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ജഡശരീരം എടുത്തത്? എബ്രായ ലേഖനം 2:14 പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും, ആര്? മക്കളുടെ പിതാവ്. കൊച്ചച്ഛനും മാമനും അല്ല വന്നത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഭൂമിയിൽ വന്നു. ശ്രദ്ധിക്കുക, ഇസ്രായേൽ ജനം, യേശു വന്ന സമയത്തുള്ള ഇസ്രായേൽ ജനം മക്കളുടെ പിതാവ് ആരാണെന്ന് നമുക്ക് നോക്കാം. അവരുടെ ഭർത്താവ് ആരാണെന്ന് നോക്കണം. ഓരോ കാര്യവും യഹോവ ദൈവം അല്ലെങ്കിൽ സൃഷ്ടികർത്താവാണ് എങ്കിൽ 2 എന്ന് വിശ്വസിച്ചാൽ പാപത്തിൽ മരിച്ചിരിക്കുന്നു, 1 എന്ന് വിശ്വസിക്കുന്നവനാണ് ദൈവവിശ്വാസി. അവൻ ഈ നാമത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിൽ സ്നാനപ്പെടുക തന്നെ വേണം. യോഹന്നാൻ 1:11 ഒരു വചനം പറയുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. നോക്കൂ, ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്ക് വന്നത് ആരാണ്? സ്വന്തമായവൻ. അങ്ങനെയെങ്കിൽ സ്വന്തമായവർ അവനെ തള്ളി. ആരെ തള്ളി? സ്വന്തമായവരെ. വെറുതെ ഇതുവരെ നമ്മൾ അങ്ങനെയാണ് പഠിച്ചിരുന്നത്. യേശുക്രിസ്തു വന്നു, വിശ്വസിച്ചില്ല, തള്ളി. അങ്ങനെയല്ല, സ്വന്തമായവൻ സ്വന്തമായവരുടെ ഇടയിലേക്ക് വന്നുവെങ്കിൽ ഇസ്രായേൽ ജനത്തെ സ്വന്തമായി തിരഞ്ഞെടുത്തത് ആരാണ്? ഇവരുടെ സ്വന്തമായവൻ ആരാണെന്നാണ് നമ്മൾ അറിയേണ്ടത്. വെളിപ്പാടിനാൽ ബൈബിളിൽ കിടക്കുന്നുണ്ട്, ഇതെല്ലാം വെളിപ്പെടുത്തി തരികയാണ്. അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വചന ദൈവിക വെളിപ്പാടിനോടൊപ്പം നിൽക്കണം. എൻ്റെ പാസ്റ്റർ, എൻ്റെ പുരോഹിതൻ, എൻ്റെ സഭ, എൻ്റെ ബന്ധുമിത്രാദികൾ, ചാർച്ചകൾ, എൻ്റെ വീട്, എൻ്റെ ആഹാരം, എൻ്റെ ജോലി, എൻ്റെ ഡിഗ്നിറ്റി, എൻ്റെ സൗഭാഗ്യം നോക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വയറാണ് നിങ്ങളുടെ ദൈവം. ദൈവത്തിൻ്റെ വെളിപ്പാടിനോടൊപ്പം നോക്കുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആമേൻ ആമേൻ, യോഹന്നാൻ 8:58, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട്. അപ്പോൾ അവർ കല്ലെറിഞ്ഞതുപോലെ. ഇന്ന് കല്ലെറിയുന്നവരാണോ അത് സ്വീകരിക്കുന്നവരാണോ നോക്കുക. ഇസ്രായേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പുകാരനോ രക്ഷിതാവോ ആരാണ് വന്നത്? ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്കാണ് വന്നത്. പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നത് യഹോവ ഇറങ്ങി വരുമെന്നാണ്, ദൈവം തന്നെ ഇറങ്ങിയത്. നോക്കൂ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35:4, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ,
ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വന്നു, അവൻ വന്നു നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുവിൻ. യെശയ്യാ പ്രവാചകൻ 35:4. യഹോവ സൃഷ്ടിതാവായ കർത്താവ് ദൈവം, യഹോശുവ മശിഹായ്ക്ക് ഷോർട്ട് ഫോമാണ് യഹോവ. ഓക്കെ, അപ്പം കർത്താവ്, സൃഷ്ടികർത്താവ്, ലോകത്തിൻ്റെ സൃഷ്ടികർത്താവ് തന്നെ ഇറങ്ങി വന്ന് അവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. വന്നത് ആരും നോക്കണം, വന്നപ്പോൾ ജഡശരീരം നോക്കിയിട്ട് ജഡീക മനുഷ്യർ വേറെ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഭൂമിയിലെ എല്ലാ സഭകളും 99% എന്ന് കാണുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരുവാനാണ് ഞാനിത് അറിയിക്കുന്നത്. ഇത് കണ്ട് കേട്ട് വിശ്വസിച്ചത് താല്പര്യമുള്ളവർ ഈ സന്ദേശം മറ്റുള്ളവർക്ക് അയയ്ക്കുക. ഇല്ലെങ്കിൽ ഇതിന് പറയുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പിന് 9809150386 ഈ വാട്സപ്പിൽ വിളിക്കുക. ഇതൊരു സീരിയൽ പോലെ സംസാരിക്കുന്നു, നിങ്ങൾക്ക് അയച്ചു തരാം. ആ വചനത്തോടൊപ്പം നിൽക്കുക. ഓക്കെ, അപ്പോൾ നോക്കുക. അപ്പം മക്കൾ ജഡരക്തങ്ങളോടുകൂടി ആയതുകൊണ്ട് വന്നത് ആരാണ്? അബ്രഹാം. നമുക്ക് ഇസ്രായേൽ മക്കളാരും നോക്കാം. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. ഉൽപ്പത്തി 32:26 മുതൽ യാക്കോബ് ദൂതനോട് മല്ലടിച്ചു. അബ്രഹാമിനെ വിളിച്ച്, ഇസഹാക്കിനെ വിളിച്ച്, യാക്കോബിനെ വിളിച്ചു. യാക്കോബ് ദൂതനോട് മല്ലിട്ട്, അതായത് ദൈവത്തോട് ദൂതനോട് മല്ലിട്ട് ജയിച്ചത് കൊണ്ട് നിന്റെ പേർ യാക്കോബ് എന്നല്ല, ഇനി മുതൽ ഇസ്രായേൽ എന്ന് വിളിക്കും. അപ്പോൾ ഇസ്രായേൽ ജനം ആരാണ് നോക്കുക. ദൈവം തിരഞ്ഞെടുക്കുകയാണ്. പുറപ്പാട് പുസ്തകം 4:22. നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ. ഞാൻ പഴയ നിയമം മുതലേ നിങ്ങൾക്ക് പഠിപ്പിച്ചു വരെയാണ്. വളരെ ശ്രദ്ധയോടെ കേട്ട് ആത്മാവിൽ കത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ ദൈവജനം, ആത്മാവിനാൽ. അല്ല, ഇത് കേൾക്കുമ്പോഴേ എതിർത്ത് നിൽക്കുന്നുവെങ്കിൽ ആരാണ് ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനെതിരെ നിൽക്കുന്നത്? ഈ സത്യം മനസ്സിലായി. ഞാൻ ഈ സത്യം മനസ്സിലായപ്പോൾ എൻ്റെ പുരോഹിതനോട് പറഞ്ഞപ്പോൾ പുരോഹിതൻ പറഞ്ഞത്, പിശാചാണ് സംസാരിച്ചിരിക്കുന്ന സഹോദര, യേശു ക്രിസ്തു നമ്മൾ സ്ഥാനപ്പെടരുത്. ഞാനവിടെ വിട്ടു. എനിക്ക് വചനമാണ് വലുത്. കാര്യം സഭയല്ല സ്വർഗത്തിൽ കൊണ്ടുവന്നത്, വചനമാണ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞാൻ വചനത്തോടൊപ്പം ചേർന്ന് നിന്നു. ഇവിടെ നോക്കുക, ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുന്നത്. പുറപ്പാട് 4:22. ഫറവോനോട് പറ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. 2-3 വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പിക്കാം. അടുത്ത് ആവർത്തനം 14:1. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു. ദൈവമായ കർത്താവിന് ഇസ്രായേൽ ജനം മക്കളാകുന്നു. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ശ്രദ്ധിക്കുക, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് കർത്താവ്, സൃഷ്ടികർത്താവിന് സ്വന്തമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തു. അതായത് കർത്താവ്, സൃഷ്ടികർത്താവ് ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുന്നു സ്വന്തമായിരിക്കുവാൻ. 2 വായ്മൊഴി വേണം. ഒരു വായ്മൊഴിയുടെ ആവർത്തനം 7:6. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വച്ച് നിന്നെ തനിക്ക് സ്വന്തമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ സ്വന്തമായി ഇരിക്കാൻ, ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത കൂട്ടരാണ് ഇസ്രായേൽ ജനം. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനം അവൻ സ്വന്തമായവരിലേക്ക് വന്നു, സ്വന്തമായവരോ തള്ളിക്കളഞ്ഞു. ആരാണ്? ദൈവമായ കർത്താവാണ് ഇസ്രായേലിനെ സ്വന്തമെന്ന് തിരഞ്ഞെടുത്തത്. അവനാണ് അനുസരിക്കുന്നത് എൻ്റെ പുത്രൻ, മക്കൾ. ഈ മക്കൾ എന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്ക് വന്നത് ആ സൃഷ്ടികർത്താവായ യഹോവയായ ദൈവം. പക്ഷെ വന്നപ്പോൾ മന്ദിരത്തിലേക്ക് വന്നു, ശരീരത്തിൽ വന്നു. അവർക്ക് മനസ്സിലായില്ല. പേർ ഇമ്മാനുവേൽ എന്ന് വിളിക്കുന്നു പറഞ്ഞു, യേശു എന്ന് പറഞ്ഞു. നമുക്ക് അപ്പോഴും മനസ്സിലായതാരാ? പാപികൾക്ക് മനസ്സിലായി. ഇങ്ങനെ ഇറങ്ങി വന്ന യേശു, വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ പള്ളിപ്രമാണിമാർ, പരീശന്മാർ, ശാസ്ത്രിമാർ, സന്നദ്ധ സംഘം, സദൂക്യർ, രാജാക്കന്മാർ, അല്ലെങ്കിൽ തലനാരിഴകീറി ദൈവവചനം പഠിച്ച് ധ്യാനിച്ചുമിരുന്നവർ യേശുവിനെ ബേൽസബൂൽ എന്ന് വിളിച്ചു. യേശു ആരാണ്? ഇപ്പോൾ പറഞ്ഞ യഹോവയായ കർത്താവ്, ദൈവമായ കർത്താവ് തന്നെ യേശു എന്ന. നമുക്ക് പരിശുദ്ധാത്മാവിലല്ലാതെ യേശു, മനുഷ്യപുത്രൻ, യേശുവിനെ കർത്താവ്, സൃഷ്ടികർത്താവ് എന്ന് പറയാൻ കഴിയില്ല. യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചതാരാ? ആ സിറോഫനിക്കൽ സ്ത്രീ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അവൾ വിളിച്ച് കർത്താവേ. ബർത്തിമായി യേശു യെരുശലേമിൽ നിന്ന് എരിഹോയിലേക്ക് പോകുന്ന വഴി, എരിഹോയിൽ നിന്ന് യെരുശലേമിലേക്ക് പോകുന്ന വഴിവെക്കിലിരുന്ന് ബർത്തിമായി കുരുടനാ. അവൻ വിളിച്ചു കർത്താവേ. മാത്രമല്ല അവൻ വേറൊരു വെളിപ്പാട് കൂടെ കണ്ടു, ദാവീദ് പുത്ര. നോക്കൂ, മനുഷ്യപുത്രൻ, ദാവീദ് പുത്രൻ, ദൈവപുത്രൻ. ഇത് മൂന്ന് ശുശ്രൂഷയാണ്. യേശു വന്ന സമയത്ത് മനുഷ്യപുത്രൻ്റെ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. ദാവീദ് പുത്രൻ്റെ ശുശ്രൂഷ 1000 ആണ്ട് വാഴ്ചയിൽ ചെയ്യേണ്ടതാ. ബർത്തിമായി ലോകത്തിൻ്റെ കാഴ്ചയില്ലാത്തവൻ, പക്ഷേ അവൻ ആത്മക്കണ്ണ് തുറന്നവനായിരുന്നു. ഈ വരുന്നവൻ സൃഷ്ടികർത്താവാണ്. അവനെ വിളിച്ചിരു കർത്താവേ. പിന്നെയോ നീ തന്നെയാണ് ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്നവൻ എന്ന് ദാവീദ് പുത്ര എന്ന് വിളിച്ചപ്പോൾ യേശുവിന് നിൽക്കാതിരിക്കാൻ കഴിയുമോ? യേശു നിന്ന് ചോദിച്ചു. മറ്റൊരു പറഞ്ഞു മിണ്ടരുതെന്ന്. ഒരുവൻ പാപി, ഈ സഭകൾ മുഴുവൻ തള്ളിക്കളഞ്ഞിരുന്ന പാപി വിളിച്ചിരിക്കുന്നു കർത്താവേ, ദാവീദ് പുത്ര. ഭൂതഗ്രസ്തൻ വിളിച്ചു, ബർത്തിമായി വിളിച്ചു,
ചുങ്കക്കാർ വിളിച്ചു, വേശ്യയായ സ്ത്രീകൾ വിളിച്ചു. യേശുവിനെ കർത്താവ് ഒരു പള്ളിപ്രമാണിമാരും വിളിച്ചില്ലെങ്കിൽ ഒന്ന് സഭാപ്രസംഗം 1:9 പറയുന്ന പോലെ പണ്ടുണ്ടായിരുന്നത് എന്നും ഉണ്ടാകുള്ളൂ. ഇന്നും സകല സഭകളും ഇത് 3 വ്യക്തിയാക്കിയിട്ട് ഇത് യേശുവിനെ ഒരിക്കലും ഈ പുത്രൻ തന്നെയാണ് പരിശുദ്ധൻ വിശ്വസിക്കില്ല. യേശു തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും പാപികൾ ആത്മാവിൽ ദരിദ്രനായവർ ഉണ്ട് എങ്കിൽ അവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ജ്ഞാനികൾക്കും വിവേകികൾക്കും ദൈവം തൻ്റെ മർമ്മം മറച്ചു വച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ ദൈവിക വചന സത്യം വെളിപ്പെടുമ്പോൾ ഓടിപ്പോയി, നമുക്കങ്ങനെ ചെയ്യാറില്ല, ആദ്യം പോയി ഇത് വെളിപ്പെടാത്ത പുരോഹിതനോടും വിശ്വാസിയോടും ചോദിക്കരുത്. ഞാൻ ചോദിച്ച അനുഭവം ഇതിപ്പം 13 വർഷമായി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അനേകർ വന്നു പുരോഹിതനോ വിശ്വാസികളോ പറയുന്നത് കേട്ട് പോകുന്നവരുണ്ട്. എന്നാൽ അവരോട് ചോദിച്ചിട്ടും അവർ വിശ്വസിക്കരുതെന്ന് പറഞ്ഞാലും മുട്ടുമടക്കി കർത്താവിനോട് ചോദിച്ചു, വെളിപ്പെട്ട് തിരിച്ചു വിളിച്ചു, കർത്താവിൻ്റെ നാമത്തിൽ അവർ സ്നാനപ്പെട്ടു, യേശുക്രിസ്തു നാമത്തിൽ. നിങ്ങളും മനസ്സിലാവുന്നുവെങ്കിൽ വിളിക്കുക. അപ്പോൾ പാപികൾക്ക് മാത്രമാണ് യേശു കർത്താവ് എന്ന് വിളിച്ചതെങ്കിൽ ഇന്നും ഈ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ സ്നാനപ്പെടാൻ പറഞ്ഞാൽ അത് കർത്താവ് യേശു ക്രിസ്തു എന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു പാപിയെ നിങ്ങൾ അംഗീകരിക്കണം. ഞാൻ പണ്ഡിതനാണ്, ജ്ഞാനിയാണ്, എൻ്റെ പുരോഹിതൻ വലിയ ജ്ഞാനമുള്ളവനാണ്, എനിക്ക് ബന്ധുക്കളുണ്ട്, ശാസ്ത്രക്കാരുണ്ട്, സഭയുണ്ട്, പുരോഹിതനുണ്ട്, പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങളുടെ ദൈവം, വെളിപ്പെടില്ല. ഓക്കെ, അപ്പോൾ ഇസ്രായേൽ ജനത്തെ സ്വന്തമായി തിരഞ്ഞെടുത്തത് യഹോവ. വാക്യം ഓക്കെ. അതുകൊണ്ടാണ് അവൻ യോഹന്നാൻ 1:11 അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. മനസ്സിലായോ യേശു ക്രിസ്തു ആരാണ്? ശരീരം നോക്കിയിട്ട് വേറെ എന്ന് പറഞ്ഞാൽ നോക്കൂ, അവനെ പുത്രൻ എന്ന് പറഞ്ഞില്ലേ, പിതാവിനോട് പ്രാർത്ഥിച്ചില്ലേ? അവൻ വന്നത് നമ്മുടെ മുമ്പിൽ ഒരു വെളിപ്പാട് തരാനാ, ദൈവം എങ്ങനെയുള്ളവനാണെന്നും ഒരു ക്രിസ്തു വിശ്വാസി എങ്ങനെയാണ് ദൈവത്തെ അനുസരിക്കേണ്ടതെന്നും അപ്പോൾ എങ്ങനെ പീഡയുണ്ടാവും, ഉപദ്രവം ഉണ്ടാവും, അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം. ഇന്നത്തെ പുരോഹിതന്മാർ ഇതെല്ലാം കേട്ട ശേഷം നിങ്ങളിന്ന് പറഞ്ഞു നോക്കുക, ആ പുരോഹിതൻ നിങ്ങൾ അവിടെ നിന്ന് അടിച്ച് പുറത്തിറക്കും. യേശുക്രിസ്തു നാമത്തെ സാധനം കൊണ്ടുവന്നിരിക്കുന്നു. എന്നെയും ഞങ്ങൾ ഈ ട്രാക്ട് കൊടുക്കാൻ 4 ലക്ഷത്തിലധികം ട്രാക്ട് അടിച്ച് 13 വർഷത്തിൽ ഇവിടെ വന്നതിന് ശേഷം അനേക സഭകൾ കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിടിച്ച് കളയുകയും അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തു നാമം കേൾക്കുമ്പോൾ ആ കൺവെൻഷനോ മീറ്റിങ്ങോ അല്ലെങ്കിൽ ചർച്ചാലയനോ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ യേശുവിനെ തന്നെ പുകഴ്ത്തി പാടിയിട്ട് സ്തോത്രം പറഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ ആ നാമം വെച്ച് കൊടുക്കുമ്പോൾ ഉടൻ തന്നെ അവരുടെ ഉള്ളിൽ ഏത് ആത്മാവെന്ന് വെളിപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ ഇത് കേൾക്കുമ്പോൾ അനേകർ വിട്ടുപോകാം. ജാഗ്രതയോടെ അന്വേഷിക്കുന്നവനെ കണ്ടെത്താൻ പറ്റുള്ളൂ. ഇസ്രായേൽ ജനം എന്ന മക്കളുടെ പിതാവ് ആരാണെന്ന് നമ്മൾ നോക്കുന്നത്. യെശയ്യാ പ്രവാചകൻ 63:16 പറയുന്നു, നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു, യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ. ഇനി മറ്റൊരു ഇണവചനം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31:9 പറയുന്നു, അവർ കരഞ്ഞുകൊണ്ടുവരും, യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും, അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾക്കരികെ നടത്തും, ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രൈം എൻ്റെ ആദ്യജാതനം. നോക്കൂ, വീണ്ടും ഇസ്രായേൽ ജനത്തിൻ്റെ പിതാവ്. നോക്കൂ, മക്കൾ ജഡരക്തങ്ങളോടുകൂടി ആയതുകൊണ്ട് പിതാവാണ് വന്നത് എന്ന് തെളിയിക്കാൻ, 2-3 വ്യക്തി അല്ല എന്ന് തെളിയിക്കാനാണ് ഇത്രയും വചനങ്ങൾ എടുക്കുന്നത്. മലാഖി 2:10 പറയുന്നു, നമുക്ക് എല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലയോ നമ്മളെ സൃഷ്ടിച്ചത്. കണ്ടോ, സകലത്തിൻ്റെ സൃഷ്ടിതാവ് ഒരു പിതാവ്, അവൻ തന്നെയാണ് സൃഷ്ടികർത്താവായ ദൈവം, അവൻ തന്നെയാണ് പിതാവ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം നോക്കാം. കന്യകയിലൂടെ എടുത്ത ജഡശരീരം നോക്കൂ, ഇവിടെ പുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഗബ്രിയേൽ ദൂതൻ മറിയോട് വന്ന് പറഞ്ഞ അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, ആകയാൽ ജനിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് കന്യകയുടെ ഉദരത്തിൽ ഒരു ജഡശരീരം, വെറും ഒരു ജഡശരീരം മാത്രമാണ്. അതാണ് 1 യോഹന്നാൻ 4:2 പറയുന്നത്, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നവൻ മാത്രമാണ് ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചവൻ. അതായത് അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട്. അപ്പോൾ സൃഷ്ടികർത്താവ്, അബ്രഹാമിന് മുമ്പേ ഉള്ള സൃഷ്ടികർത്താവായ യഹോവയെ ദൈവം തന്നെയാണ് ഇസ്രായേൽ ജനം മക്കളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നത്. ഇനി അവൻ തന്നെയാണ് പിതാവും സ്വന്തമായെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ആരാണ് ഈ ഇറങ്ങി വന്നതെന്നുള്ളത് വീണ്ടും നമ്മൾ വചനം പരിശോധിക്കുകയാണ്. എന്തുകൊണ്ട് ജഡശരീരത്തിൽ വന്നു? മലാഖി 3:1 പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന നിയമദൂതനും കർത്താവുമായവൻ. അപ്പോൾ ഏത് കർത്താവിനെ അന്വേഷിച്ചത്? യെശയ്യാ പ്രവാചകൻ നമ്മൾ കണ്ടു, 34-ാമത്തെ അധ്യായത്തിലും 25-ലും നമ്മൾ കണ്ട്, അവരുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനും സൃഷ്ടികർത്താവുമായ ദൈവം തന്നെ ഇറങ്ങി വന്ന് അവരെ രക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വന്നു. മലാഖി 3:1. അപ്പോൾ മന്ദിരം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ വ്യാഖ്യാനം, ഇന്ന് എല്ലാവരും വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് പോലെ അവർ വ്യാഖ്യാനിച്ചിരുന്നത് യെരുശലേം ദേവാലയത്തിൽ വരുമെന്നായിരുന്നു. പക്ഷേ വന്നപ്പോഴോ മന്ദിരം, ശരീരം, കന്യക ഗർഭിണി ഒരു ശരീരത്തെ എടുത്തു. ആ സൃഷ്ടി എന്ന ശരീരമാണ് പുത്രൻ. ആ പുത്രൻ എന്ന ശരീരത്തിൻ്റെ ഉള്ളിലേക്കാണ് ദൈവം എന്ന ആത്മാവ് ഇറങ്ങി വന്നത്. ഓക്കെ, ആവർത്തനം 18:18 ഒരു വാക്യം ഉണ്ടായിരുന്നു, യേശു വന്ന കാലത്ത് യേശുവിൻ്റെ മുമ്പിൽ നിന്ന്
വേദശാസ്ത്രിമാർ മറന്നുപോയ ഒരു വേദവാക്യം. ഇന്ന് അപ്പോസ്തല പ്രവൃത്തി മുതലുള്ള ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കണമെന്ന് യേശു പറഞ്ഞ വാക്യം മറന്നതുപോലെ പഴയ നിയമത്തിൽ അവർ മറന്ന വചനം ഏതാണ്? ആവർത്തന പുസ്തകം 18:18 മോശയോട് പറയാണ്, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച്, കണ്ടോ, എഴുന്നേറ്റ് വരുമ്പോൾ ശരീരധാരിയായി, ജഡരക്തം കൊണ്ടുവരുമ്പോൾ സഹോദരനായി. യഹോവ പറയാണ്, എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും. നാവെന്താ? ശരീരം. ശരീരത്തിനുള്ളിൽ അകത്തിരുന്ന ആരാ? ഈ സൃഷ്ടികർത്താവായ ദൈവം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ സ്വയമായി ഒന്നും സംസാരിക്കുന്നില്ല, പിതാവ് അത്രേ സംസാരിക്കുന്നത്. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രൻ സ്വന്തമേ. അത് ശരീരത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. അതിപ്പോൾ ഞാൻ പോൾരാജ്, പുത്രൻ എന്ന് പറയുന്നത് എൻ്റെ ഈ ബോഡിയാണ്. ഈ ബോഡിക്കുള്ളിലാണ് ആത്മീക മനുഷ്യൻ, ഇന്നർ മാൻ ഇരിക്കുന്നത്. അതുപോലെ യേശു കന്യകയിൽ നിന്നെടുത്ത, മറിയയിൽ നിന്ന് എടുത്ത ജഡശരീരം, ദൈവത്തിൻ്റെ വചനത്താൽ ഉരുവാക്കിയ ജഡശരീരത്തിലിരുന്ന സൃഷ്ടികർത്താവായ ദൈവം എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും. എന്നിട്ടോ, ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പോയി. ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം ഇവിടെ അവനെന്ന് പറഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് വേറെ വ്യക്തി എന്നല്ല. ഇസ്രായേലിൻ്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവ, അവൻ തീഷ്ണതയുള്ള ദൈവം, കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ യേശുവും പറഞ്ഞിട്ടുണ്ട് ലൂക്കോസ് സുവിശേഷം 24, ക്രിസ്തു മരിച്ച് അടക്കി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്, യേശു ക്രിസ്തു തന്നെ പറയണേ, അവൻ്റെ നാമത്തിൽ പാപമോചനവും മാനസാന്തരവും. പഴയ നിയമത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. യേശുവിനാണെങ്കിൽ പറയാമെങ്കിൽ അത് എൻ്റെ നാമത്തിൽ എന്ന് പറയാം. അവിടെ പറഞ്ഞു അവനെന്ന് പറഞ്ഞുകൊണ്ട് വേറെ വ്യക്തിയല്ല. അപ്പോൾ എൻ്റെ വചനങ്ങളെ ഞാൻ അവൻ്റെ നാവിന്മേലാക്കി ഞാൻ അവനോട് കൽപ്പിക്കുന്നത് അവൻ അവരോട് പറയും. യേശു ക്രിസ്തു നിൽക്കുന്ന സമയത്ത് യേശുവിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന ജനത്തോട് പറയും. അതായത് യഹോവ കർത്താവ് തന്നെ പറയാണ്. 18:19 അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ. നോക്കൂ, പുത്രനുടെ ഏത് നാമത്തിലാണ് വന്നത്? കർത്താവ് യേശു ക്രിസ്തു നാമം. ഇത് ആരുടെ നാമം? സൃഷ്ടികർത്താവിൻ്റെ നാമം. ദൈവം ഓരോ കാലത്തും തൻ്റെ നാമത്തെ രൂപാന്തരപ്പെടുത്താറുണ്ട്. ഞാനാകുന്നവൻ ഞാൻ, ഏലോഹീം, മൽക്കീസേദെക്ക്, അപ്പോൾ യഹോവ അല്ലെങ്കിൽ യഹോശുവ മശിഹ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് യഹോവ. അപ്പോൾ ഇങ്ങനെയെല്ലാം വെളിപ്പെടുത്തിയെങ്കിലും യെഹെസ്കേൽ 38 അവിടെ പറയുന്നത്, ഈ നാമങ്ങളെല്ലാം വെളിപ്പെടുത്തിയ ശേഷം കർത്താവ് പറയാണ്, ഇസ്രായേലിൻ്റെ നടുവിൽ ഞാൻ എൻ്റെ നാമം ദൂതൻ മുഖാന്തരം വെളിപ്പെടുത്തും. നോക്കൂ, ഇസ്രായേലിൻ്റെ നടുവിൽ കന്യാമറിയത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ എന്ത് പേരിടാൻ പറഞ്ഞു? യേശു എന്ന പേരിടാൻ. ഇനി പഴയ നിയമത്തിലെ വെളിച്ചമാണ്, പഴയ നിയമകാലം മുതൽ വെളിച്ചമാണ് ദൈവം, അല്ലേ? അഗ്നിസ്തംഭം. പൗലോസിന് ആ ദൈവത്തെ മാത്രമേ അറിയാവൂ, യേശുവിനെ വിശ്വസിച്ചിരുന്നില്ല. യേശുവിനെ വിശ്വസിക്കുന്നവരെ ഉപദ്രവിച്ച് നടക്കുകയായിരുന്നു. എന്നാൽ പൗലോസ് ദമാസ്കസിൻ്റെ പടിവാതിക്കൽ വെച്ച് ഒരിക്കൽ വെളിച്ചം കണ്ടു. അതായത് പഴയ നിയമത്തിലെ കർത്താവിനെ കണ്ടു. ആ വെളിച്ചം കണ്ടപ്പോൾ അവൻ വീണപ്പോൾ അവൻ ചോദിക്കണം, കർത്താവേ നീ ആരാകുന്നു? അതൊരു പ്രകാശം കണ്ടു. പഴയ നിയമത്തിൽ ദൈവം, ആ ദൈവം സൃഷ്ടികർത്താവ്, വെളിച്ചം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം, അല്ലെങ്കിൽ ഞാനാകുന്നു വെളിച്ചം. ആ കർത്താവ് പറയാണ്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. ദൈവത്തിൻ്റെ പേരെന്താണ്? യേശു. ദൈവം ഡയറക്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അപ്പം പുത്രൻ വന്നിട്ട് അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ. അപ്പോൾ സുവിശേഷങ്ങളിൽ ആരുടെ വചനം? യേശുവിൻ്റെ വചനം. ഇതാരുടെ പേരാ? പിതാവിൻ്റെ പേര്. കർത്താവ്, ആ പിതാവായ സൃഷ്ടികർത്താവായ ദൈവം പഴയ നിയമത്തിൽ പിതാവ് എന്നറിയപ്പെട്ടു. അവൻ ശരീരധാരിയെ വന്നപ്പോഴത്തേക്ക് പുത്രൻ എന്നറിയപ്പെട്ടു. കാരണം അത് ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചനുസരിക്കാൻ പഴയ നിയമകാലത്ത് ആരുമില്ലായിരുന്നു, അനുസരിക്കുന്ന ആരുമില്ല, എല്ലാവരും എന്തെങ്കിലും തെറ്റിപ്പോയവരാ. അപ്പം ദൈവം തന്നെ ശരീരധാരിയായി വന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളെ എങ്ങനെ വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കണമെന്ന് നമുക്കൊരു റോൾ മോഡൽ കാണിച്ചു തരുന്നു. ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ വഴി നടത്തപ്പെടുന്ന ഒരു വ്യക്തിയുടെ റോൾ ആണ് ചെയ്യുന്നത്. അപ്പോഴാണ് പുത്രൻ, ആത്മാവ് വഴി നടത്തുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാർ. അപ്പോൾ പിതാവിൻ്റെ സ്ഥാനത്ത് ആത്മാവായി നിന്ന ദൈവം, ഗോഡ് എബോവ് us, ആ ദൈവം നമ്മോട് കൂടെ, ഗോഡ് വിത്ത് us ഇൻ, ശരീരത്തിനുള്ളിൽ നമ്മോട് കൂടെ ആയിരുന്നു, ഗോഡ് വിത്ത്. അതുപോലെ പിതാവിനെ തള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ ഈ കർത്താവാണ് പിതാവ്, നമ്മൾ പിതാവിനെ തള്ളിയില്ല. ക്രിസ്തു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ്. ഇത് ലോകത്തെ ബൈബിൾ കോളേജ് പിശാചാണ് തുടങ്ങിയത്. മുഴുവൻ ബൈബിൾ കോളേജുകൾ, സെമിനാരികൾ പിശാചാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് അവർ ഇന്നും ഇതിനെ 3 പഠിപ്പിക്കുന്നു. എന്നിട്ട് 3 ചേർന്ന 1 പറയും. നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ എപ്പോഴും അവർ 3 സംസാരിക്കും. 1 എന്ന് പറഞ്ഞ് സംസാരിച്ചാലും പിന്നെ അതിനെ 3 അത് അവരുടെ ഉള്ളിൽ ആത്മാവ് അതിനെ വലിച്ചു നീട്ടുകയാണ് ദൈവത്തെ അപമാനിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെങ്ങനെ ശ്രദ്ധിക്കുക, എൻ്റെ വചനങ്ങളെ ഞാൻ അവൻ്റെ നാവിന്മേലാക്കി ഞാൻ അവരോട് കൽപ്പിക്കുന്ന എൻ്റെ വചനം യാതൊരുത്തനും കേട്ടില്ലെങ്കിൽ ചോദിക്കുന്നതും ദൈവം. ഈ ഒരൊറ്റ വാക്യമാണ് യേശുവിൻ്റെ കാലത്തുള്ള സകല ജനങ്ങൾ മറന്നുപോയത്. ഈ ഒരൊറ്റ വാക്യം വിശ്വസിക്കാത്ത കാരണത്താൽ അവരെല്ലാം മരിച്ചുപോയി എന്ന് നമുക്കറിയാം. ഇന്ന് അതുപോലെ തന്നെ യേശു പോകാൻ സമയത്ത് നോക്കൂ, മശിക വരുമ്പോൾ മശികയെ കേൾക്കണം എന്ന് പറഞ്ഞ് യഹോവയുടെ ഇഷ്ടം. അപ്പോൾ മശിക വന്നപ്പോൾ എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് നിന്നെ വേണ്ട, ഞങ്ങൾക്ക് മോശ പറഞ്ഞത് മതി. 2000 വർഷം പുറകിലേക്ക് പോയുള്ള വചനം എടുത്ത് അനുസരിക്കാൻ ശ്രമിച്ചു. ഈ മോശ പറഞ്ഞപ്പോൾ കേൾക്കാത്തവരുടെ തലമുറയാണ് 2000 വർഷത്തിന് ശേഷം യേശുവിൻ്റെ മുമ്പിൽ നിന്നത്. അപ്പോൾ സഭാപ്രസംഗി 1:9 പ്രകാരം സൂര്യന് കീഴെ പുതിയ
പുതിയതായൊന്നും സംഭവിക്കുന്നില്ല. പണ്ട് 2000 വർഷം മുമ്പ് എന്ത് സംഭവിച്ചോ അത് തന്നെ ഇപ്പോഴും സംഭവിക്കുള്ളൂ. നോക്കൂ, യേശു പോകാൻ സമയത്ത് പറഞ്ഞു ലൂക്കോസ് 10:16. അപ്പോൾ യേശു പറഞ്ഞു ഞാൻ പോകുന്ന പ്രയോജനം, ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവ് വരും, അവനെ കേൾക്കണമെന്ന്. ലൂക്കോസ് 10:16. അപ്പോസ്തലന്മാർ അയക്കുമ്പോൾ നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. കാരണം എന്താ? പുത്രൻ്റെ ശരീരത്തിനുള്ളിൽ നിന്ന് സംസാരിച്ചത് പിതാവാണ്. എന്നെ അയച്ചവൻ എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൽ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി എന്ന വന്നു, അയച്ചു, പോയി എന്നൊക്കെ ഉണ്ട്. ഞാൻ പിതാവിനോട് ചോദിക്കും മറ്റൊരു കാര്യസ്ഥൻ, പക്ഷെ അവിടെ പറഞ്ഞു ഞാൻ പോയി കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ മടങ്ങി വന്ന് ലോകാവസാനം എല്ലാ നാളും നിങ്ങളോട് ഇരിക്കുന്നല്ലേ. മത്തായി 28:20 നോക്ക്, ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ഇന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് നിന്ന് ഇവിടെ ഇരിക്കുന്ന ആര്? മൂന്നാമത്തെ ആൾ. അപ്പോൾ വചനം തെറ്റിപ്പോവില്ലേ? നോക്കൂ, ആത്മീയനാണ് കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. ആത്മാവ്, പരിശുദ്ധാത്മാവ് ലഭിക്കാത്തതിനാലാണ് വീണ്ടും 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 മൂന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒന്നെന്ന് പറഞ്ഞാൽ വീണ്ടും മൂന്നാക്കുന്നു. പരിശുദ്ധാത്മാവ് ലഭിക്കണമെങ്കിൽ ഒറ്റ വഴികൾ ഓരോരുത്തർ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടണം, പാപമോചന സ്നാനം. ഞാൻ ഈ വിഷയത്തിന് ലാസ്റ്റ് പറയുന്നുണ്ട്, സ്നാനം കൂടെ പറയാം, താല്പര്യമുള്ള കേൾക്കുക. ഇവിടെ നോക്ക്, ആത്മാവ് പ്രാപിക്കാൻ പാപമോചനം വേണം. യേശു പറഞ്ഞു ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരാകുമെന്നാണ്. അതിനൊരൊറ്റ വഴിയുള്ളൂ, പുതിയ നിയമസഭ. ഇത് ബൈബിൾ കോളേജ് വഴി മുഴു ലോകത്തെ തെറ്റിച്ചിരിക്കുകയാണ്. നോക്ക്, യേശുക്രിസ്തു പോയി, യേശുക്രിസ്തു തന്നെ വന്ന് ഒരു സഭ മുഴുവൻ നടത്തി ഇനിയുള്ള സഭകൾ എങ്ങനെ ആയിരിക്കണമെന്ന് അതാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. FSS സഭാകാലം, ആ കാലത്തുണ്ടായിരുന്ന വിശ്വാസികളാണ് വളരെ കൂടുതൽ. അത് കഴിഞ്ഞപ്പോൾ ഓരോ സഭാകാലത്തിലും വിശ്വാസികൾ കുറഞ്ഞു വന്നിരിക്കുന്നു. ഇത് അപ്പോസ്തല പ്രവൃത്തിയിലുള്ള സഭാകാലങ്ങളാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കത്തോലിക്ക സഭ വന്ന് എല്ലാം തകിടം മറിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓരോന്നും നിൽക്കുകയാണ്. അടുത്ത് മാർത്തോമ സഭ വന്നു, അത് കഴിഞ്ഞപ്പം CSI സഭ വന്നു. അപ്പോൾ വിശ്വാസം കുറഞ്ഞു വരികയാണ്. പക്ഷേ പള്ളിക്കകത്ത ജനമുണ്ട്, ധാരാളം ജനമുണ്ട്, കോടിക്കണക്കിന് ജനങ്ങൾ ഇരിപ്പോൾ ലോകത്താകമാനം പല വിവിധ സഭകളിൽ. ഏത് ഇന്നത്തെ സഭകളാണ്? കത്തോലിക്ക, നമ്മുടെ ബൈബിൾ എഴുതിയ അപ്പോസ്തല പ്രവൃത്തികൾ, അത് കത്തോലിക്ക, മാർത്തോമ സഭ, CSI സഭ. ഇത് ലൂതറൻ സഭ, ലൂതറാണ് വിളിച്ചു കൂട്ടിയത്. ഓരോ സഭാകാലങ്ങൾ ഞാൻ പറയുന്നുണ്ട്, ഓരോ സഭാകാലത്തിലും വിളിച്ചു കൂട്ടിയത്. വെസ്ലി, ഇന്ന് കാണുന്ന പെന്തക്കോസ്ത് സഭയെ വിളിച്ചു കൂട്ടിയത് ജോൺ വെസ്ലിയാണ്, ജർമ്മൻകാരനായ ജോൺ വെസ്ലി. 1750 അന്ന് അദ്ദേഹത്തോട് ദൈവം സംസാരിച്ചപ്പോൾ ദൈവം ആത്മാവാകുന്നു, ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കണം, സ്നാനത്തിന് മുങ്ങി വേണം എന്ന് മാത്രമേ യേശുക്രിസ്തു നാമം അന്ന് വെളിപ്പെടുത്തി കൊടുത്തില്ല. അത് കേട്ടപ്പോൾ ഈ സുവിശേഷം അറിയിച്ചത് കത്തോലിക്ക, മാർത്തോമ, CSI, ലൂതറൻ മിഷൻ ഇങ്ങോട്ടാണ് അറിയിച്ചത്. ഇത് ഇങ്ങോട്ട് അറിയിച്ചപ്പോൾ നമ്മളൊക്കെ ആ സഭകളിലായിരുന്നു. അത് കേട്ട് വിശ്വസിച്ചവർ ഇവിടെ നേരെ പെന്തക്കോസ്തിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഉള്ളവരെന്ത് പറഞ്ഞു? പോകരുത്. കാര്യം എന്താ? ഇവിടെ ഇവർ പഠിപ്പിച്ചിരിക്കുന്നത് ജനം, അവരുടെ കൂടെ ഇടയിരിക്കുന്ന ജനത്തിന് മനസ്സിലായവർ അവരെ വിട്ടിട്ട് പെന്തക്കോസ്തിലേക്ക് വന്നു. 1906 ആയപ്പോൾ പെന്തക്കോസ്ത്, ഇന്ന് കാണുന്ന പെന്തക്കോസ്ത് കാലം തീർന്നിട്ട് ബ്രൻഹാം എന്നൊരു വ്യക്തിയിലൂടെ ദൈവം വിളിച്ച് അപ്പോസ്തലന്മാരിലൂടെ തുടങ്ങി ഇതേ ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം, ഈ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് മടക്കി കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ സ്നാനം കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ പഠിപ്പിച്ചു. അതെന്താ? ഇവിടെ യേശുക്രിസ്തു നാമത്തിലായിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു വന്നു പോയി പരിശുദ്ധാത്മാവായി വന്നപ്പോഴുണ്ട് സഭയുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റി നിൽക്കുന്നവരെ യേശു മത്തായി 13:30 പറഞ്ഞു ഗോതമ്പിനെ കളപ്പുരശായിരിക്കണം. അപ്പോൾ ദൈവാത്മാവ് ഇവിടെ വിത്ത് വിതച്ചു. ഒന്നാമത്തെ FSSയിൽ പരിശുദ്ധാത്മാവ് വിത്ത് വിതച്ചപ്പോൾ ഇതിനകത്ത് തന്നെ സാത്താൻ വിത്ത് വിതച്ചു. അത് ബൈബിൾ കോളേജിൻ്റെ ജ്ഞാനികളായിരുന്നു. അപ്പോസ്തലർ 4:12 നോക്കുക, സ്വർഗത്തിന് താഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് നൽകിയ ഏകനാമം കർത്താവ് യേശുക്രിസ്തു. മഹാപുരോഹിതന്മാർ എല്ലാവരും കൂടെ പറഞ്ഞു ഈ നാമം, അതായത് കർത്താവ് യേശുക്രിസ്തു നാമം അശേഷമുണ്ടരുത്. അപ്പോസ്തലർ 4:17-18 വായിച്ചു നോക്കുക. ഈ നാമം അശേഷമുണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്. അത് എതിർ ക്രിസ്തു വിത്ത് വിതച്ചതാണ്. ഇവിടെ മുതൽ ഈ കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്ത് വരെ ഈ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നാനത്തിന് പകരം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ദുഷ്ടൻ്റെ വിത്താണ്. ഈ വാക്കുകൾ ഉപയോഗിച്ചിടുന്ന പാപം മോചിക്കില്ല. അപ്പോൾ യേശുക്രിസ്തു നാമത്തിലാണ് പാപമോചനം എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇന്ന് ലാസ്റ്റ് സഭയിൽ ഈ ഒന്നാമത്തെ സഭയുടെ ദൈവിക വെളിപ്പാടുകൾ വിശ്വസിച്ചപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ കർത്താവ് പറഞ്ഞു ഇവിടെ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നവരുണ്ടായിരുന്നു. ഞാനൊക്കെ പെന്തക്കോസ്തിൽ ഇരിക്കുകയായിരുന്നു. ഇവിടെ ഇരിക്കുമ്പോഴാണ് ഈ ഒന്നാമത്തെ സഭയുടെ വിശ്വാസവും സ്നാനവും പ്രത്യാശയും കൈവെപ്പും കൂട്ടായ്മ അതിൻ്റെ വെളിപ്പാടുകൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഉള്ളതിൽ നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ച സകല മർമ്മങ്ങളും തുറന്നു, എല്ലാ മുദ്രകളും പൊട്ടിച്ചു. മഹോദരകാലത്ത് സംഭവിക്കേണ്ടല്ല, ദൈവത്തിൻ്റെ മർമ്മം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അടച്ച മുദ്രയിട്ടേക്ക് അന്ത്യനാൾ തുറക്കും. അതിപ്പോൾ തുറന്നു. അത് തുറന്നത് അവർക്കറിയില്ല. അതുകൊണ്ടാണ് ഭൂമിയിലെ എല്ലാ സഭകളും യേശു വന്ന് തൻ്റെ മണവാട്ടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി 7 വർഷം എന്നാണ് പഠിപ്പിക്കുന്നത്. ശുദ്ധ ഭോഷ്കാണത്. ഇവിടെ ദൈവം വിത്ത് വിതച്ചപ്പോൾ പിശാച് വിത്ത് വിതച്ചു. യേശുക്രിസ്തു നാമം അശേഷമുണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്. അപ്പോസ്തലർ 4:12 ദൈവം വിത്ത് വിതച്ചു പത്രോസിലൂടെ. 4:17-18 5 വാക്യം താഴെ സാത്താൻ അന്നത്തെ മഹാപുരോഹിതന്മാരിലൂടെ വിതയ്ക്കുന്നു ഈ നാമം അശേഷമുണ്ടരുത്. അപ്പോൾ ഇവിടെ കള വിതച്ചു. ഓരോ കാലത്തിലും കള പിഴുതു മാറ്റില്ല. കർത്താവ് എന്താ പറഞ്ഞാൽ?
കൊയ്ത്തോളം വളരട്ടെ, കൊയ്ത്തിൻ്റെ നാളിൽ യജമാനൻ ദൂതന്മാരെ അയക്കും, ദൂതന്മാർ വന്നിട്ട് ഗോതമ്പിനെ കളപ്പുരയിൽ ശേഖരിക്കും. അപ്പോൾ അതുവരെയും ഈ കളയും ഗോതമ്പും ഒന്നുപോലെ തന്നെ വയലിൽ തെങ്ങിയിരിക്കും. ഇതേ ഇപ്പം യേശുക്രിസ്തു വരാൻ സമയമായപ്പോഴത്തേക്ക് എന്താ, ഗോതമ്പിനെ കളപ്പുരയിൽ ശേഖരിക്കണം. ഗോതമ്പ് ആരാണ്? അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാർ തുടങ്ങിയ ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം. ഈ ഒരു വിശ്വാസത്തിലേക്കാണ് ഏറ്റവും അവസാനം നിൽക്കുന്ന സഭയിലേക്ക് ഇപ്പം ഞങ്ങൾ വിളിച്ചു പറയുന്നത്. അപ്പോൾ പെന്തക്കോസ് കാലം സഭ കൂടിയപ്പോൾ പെന്തക്കോസിൻ്റെ വചനം മുമ്പോട്ട് സഭകളിൽ വിളിച്ചു പറഞ്ഞു, കേട്ട് വിശ്വസിച്ച കത്തോലിക്ക, മാർത്തോമാ, CSI, ലൂതർ മിഷൻ, സൗന്ദര്യ ഇവിടേക്കുള്ള ആൾക്കാർ പെന്തക്കോസിലേക്ക് പോയി. വിശ്വസിച്ചവർ മാത്രം എല്ലാവരും പോയില്ല. ഇന്ന് ഞങ്ങൾ അപ്പോസ്തലന്റെ വിശ്വാസം ഈ ഒരു സ്നാനവും വിളിച്ചു പറയുന്നത് 7ാമത്തെ സഭാകാലത്തിലാണ്. കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പ് ഒറിജിനൽ സീഡിനെ പുറത്തേക്ക് വിളിച്ച്, അതായത് യേശു യോഹന്നാൻ 10 പറഞ്ഞത് എൻ്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന. അപ്പോൾ എല്ലാവരും പുറത്തേക്കൊന്നും വരില്ല. ആരോണ കർത്താവിൻ്റെ ജനം, അവർ മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. ഇനി സങ്കീർത്തനം 95:3 നോക്കൂ. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. തീത്തോസ് 2:12 പറയുന്നു, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. നമുക്ക് ഒരു മഹാദൈവമേ ഉള്ളൂ. ആ മഹാദൈവമാണ് പുത്രൻ എന്ന ശരീരത്തിനുള്ളിൽ വന്നത്. അപ്പോൾ യേശു ക്രിസ്തുവാണ് മഹാദൈവം. ഇനി ബദ്ധന്മാരെ വിടുവിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. പഴയ നിയമത്തിൽ വചനപ്രകാരം ജീവിക്കുവാനായി തങ്ങളെ തന്നെ ബന്ധപ്പെടുത്തിയ ബദ്ധന്മാർ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് മുമ്പ് മരിച്ച് കല്ലറയിൽ ഇരിക്കുകയായിരുന്നു. അവരെ വിടുവിച്ച് മുകളിൽ കൊണ്ടുപോകുന്നത് ആരെന്നാണ്? സങ്കീർത്തനം 68:18 പറയുന്നത് യഹോവയോട് പറയുന്നത്, നീ ഉയരത്തിൽ കയറി ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി, യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന്. ഇത് യഹോവ ചെയ്യുന്നതാണ്. നമുക്ക് ഇവിടെ ആരാണ് ചെയ്തത്? എഫേസർ 4:8 യേശുവിൻ്റെ ശരീരം കല്ലറയിൽ ഇരിക്കുന്ന സമയത്ത് യേശു ചെയ്താണ്. അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി മുകളിലേക്ക് കയറി മനുഷ്യർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തു. അപ്പോൾ യഹോവ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം ആത്മാവായി നിന്ന സമയത്ത് ചെയ്തത് ഇപ്പോൾ ശരീരത്തിൽ നിന്ന്, ശരീരം കല്ലറയിൽ ഇരിക്കുമ്പോൾ ആത്മാവായി തന്നെ പോയി ചെയ്തു. അടുത്ത് കൊലോസ്യയിൽ പറയുന്ന വീണ്ടെടുപ്പുകാരൻ ആരാണ്? അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആർക്ക്? യേശു ക്രിസ്തുവിൽ. ഈ പാപമോചനം ആരാണ്? യെശയ്യാ പ്രവാചകൻ 44:6 വായിച്ചുക. ഇസ്രായേലിൻ്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ. അപ്പോൾ വീണ്ടെടുപ്പുകാരൻ ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ഇനി ഒരു കാര്യമാണ്, ആദ്യനും അന്ത്യനും ആരാണ് നോക്കുക. യെശയ്യാ പ്രവാചകൻ 44:6 പറയുന്നു, ഇസ്രായേലിൻ്റെ രാജാവായ യഹോവ അവൻ്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനും, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഇസ്രായേൽ രാജാവ്. ഇനി വെളിപ്പാട് പുസ്തകം 1:17 നോക്കുക. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി, അവൻ്റെ കാൽക്കൽ വീണു, അവൻ്റെ വലങ്കൈ എൻ്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും. ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ് ആദ്യനും അന്ത്യനും. ഇവിടെ യോഹന്നാൻ അവനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ ആയതുകൊണ്ടാണ്. ഈ യോഹന്നാൻ യേശു ക്രിസ്തുവിനെ മാറിൽ ചാരിക്കിടന്ന് അത്രത്തോളം സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ആ സമയത്ത് യേശു പ്രാർത്ഥിക്കുന്ന പിതാവിനോട് രണ്ടെന്ന് തോന്നും. എന്നാൽ ആത്മവിവശതയിൽ, കർത്തൃദിവസത്തിൽ ആത്മവിവശതയിലായപ്പോൾ ഈ യോഹന്നാൻ സ്നാപകൻ ഇതേ യേശുവിനോട് കണ്ടപ്പോൾ അവൻ തന്നെ സർവശക്തനായ ദൈവം ആ കാഴ്ച കണ്ടാണ് അവൻ മരിച്ചവനെ പോലെ ആയത്. യഹോവ രക്ഷകൻ വരുമ്പോൾ വേറെ ഏതെങ്കിലും വചനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40:3 പ്രവചനം, കർത്താവ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വചനം മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ 40:3. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി ഒരുക്കുവിൻ. അവൻ വരുമ്പോൾ എന്താവും? എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലകളും കുന്നും താണതും ഉയർന്നും വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരും. അതായത് യേശുവിൻ്റെ 1ാമത്തെ വരവിൽ, അല്ലെങ്കിൽ യഹോവയുടെ 1ാമത്തെ വരവിൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരോട് പഠിപ്പിച്ചിരുന്ന ഒരു വിശ്വാസം, ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് അവരെല്ലാം പല പല പക്ഷക്കാരായിട്ട് തെറ്റി നിൽക്കുകയായിരുന്നു. അങ്ങനെ അവരെ വചനം നൽകി പഠിപ്പിച്ച ആ യഹോവയായ ദൈവം തന്നെ വരുമ്പോൾ വിവിധ ഭാഗങ്ങളായി നിൽക്കുന്നതിൽ ശരിയായ വിശ്വാസത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനാണ് ഒരുവനെ മുന്നമേ അയക്കുന്നത്. അങ്ങനെ വന്ന വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ വന്നിട്ടാണ് ഈ തെറ്റി നിൽക്കുന്ന സഭകളെല്ലാം യഥാസ്ഥാനത്താക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ 2 വരവ് പറയുന്നു, യഹോവയുടെ 2 വരവ് പറയുന്നുണ്ട്. ആ 2 വരവ്, 1ാമത്തെ വരവെങ്കിൽ തെറ്റി നിന്നവരെ യഥാസ്ഥാനത്താക്കുവാനായിട്ട് കർത്താവ് മുന്നമേ ഒരുവനെ അയച്ചിരുന്നു. എന്നാൽ കർത്താവിൻ്റെ 2ാമത്തെ വരവിന് മുന്നോടിയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. 2000 വർഷം, പുതിയ നിയമസഭ തുടങ്ങി 2000 വർഷമായപ്പോൾ ഇന്നും ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം എന്ന് പറഞ്ഞിരുന്ന ഒരു സഭ
എന്ന് പറഞ്ഞിരുന്നത് തെറ്റി വിവിധ ഭാഗങ്ങളായി നിൽക്കുമ്പോൾ ആ അപ്പോസ്തലന്മാരിലൂടെ കർത്താവ് പഠിപ്പിച്ച ആ ഏകദൈവ വിശ്വാസത്തിലേക്ക് മടങ്ങി വരേണ്ട ആവശ്യമുണ്ട്. ഒന്നാമത്തെ സഭാകാലം എഫെസസ് സഭാകാലം, ഇത് AD 53 മുതൽ 170 വരെ. ഇവിടെയാണ് ദൈവത്തിൻ്റെ വചനം വിതച്ചത്, വിത്ത് വിതച്ചത്, യേശു വിത്ത് വിതച്ചത്. അപ്പോൾ തന്നെ അപ്പോസ്തലപ്രവൃത്തി 4:17-18 പ്രകാരം പിശാച് തൻ്റെ കള വിതച്ചു. യേശുക്രിസ്തു നാമം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്, ഇത് ദുഷ്ടൻ്റെ വിത്താണ്. അത് ഓരോ സഭയിലും ഇരിക്കുകയാണ്. ഇപ്പോഴത്തെ പെന്തക്കോസ്ത് കാലം വെസ്ലി വിളിച്ചുകൂട്ടി. ഞാനിപ്പോൾ പോകുന്നത് 7ാമത്തെ ഈ ലവോദിക്ക കാലത്തുള്ള ദൈവസഭ. ആ സഭയിലേക്ക് ജനത്തെ വിളിക്കുമ്പോൾ പെന്തക്കോസ്ത് മുതൽ ഈ കത്തോലിക്ക വരെ ഉള്ള സഭകളിലേക്കാണ് ഈ ഒന്നാമത്തെ എഫെസസ് സഭയിൽ നിന്ന് തെറ്റിപ്പോയ ജനത്തെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നും തെറ്റി നിൽക്കുന്ന സഭകൾ അപ്പോസ്തലന്മാരായ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. ഇനി അതിൻ്റെ ഇണവചനം യഹോവ വരുമെന്ന് പറഞ്ഞതിൻ്റെ എങ്ങനെയാണ് എന്നതിന് സ്റ്റെപ്പായിട്ട് പല ഭാഗങ്ങൾ, ഇവിടെ അല്പം അവിടെ അല്പം എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി പറയുന്നത് മലാഖി പ്രവചന പുസ്തകം 3:1 പറയുന്നു, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കും. ആര്? യഹോവ വരുന്നു, ദൈവം വരുന്നു, കർത്താവ് വരുന്നു. ആ വരുന്ന കർത്താവിന് മുമ്പായി കർത്താവ് തന്നെ ഒരു ദൂതനെ അയക്കും, അവൻ മുന്നമേ വരും. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും, കണ്ടോ, അപ്പോൾ നമ്മുടെ യഹോവ തന്നെ രക്ഷിതാവായി വരും എന്ന് പറഞ്ഞിരുന്ന വചനം കേട്ട് വിശ്വസിച്ച് ആ പാപത്തിൽ മരിച്ചിരുന്ന രക്ഷിതാവായ കർത്താവിനെ കാത്തിരിക്കുന്നത് കൊണ്ട് മുൻകൂട്ടി വന്ന് വീണ്ടും പറയുകയാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക്. ഇവിടെയാണ് വീണു പോകുന്നത്. എപ്പോഴും ദൈവം ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. പറയാനുള്ള കാര്യം പച്ചയ്ക്ക് സംസാര ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും വ്യക്തമാക്കില്ല. മർമ്മമായും ഗൂഢമായും ഉപമയായും സാദൃശ്യമായും തന്നെയാണ് ബൈബിൾ മുഴുവനും. അപ്പോൾ ഇവിടെ ഈ യഹോവ വരുമ്പോൾ, അല്ലെങ്കിൽ സൃഷ്ടികർത്താവ് വരുമ്പോൾ തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ബൈബിൾ ജ്ഞാനികൾ, അന്നത്തെ വേദഗ്രന്ഥം പഠിച്ചിരുന്ന ശാസ്ത്രിമാർ വിചാരിച്ച അവരുടെ പറയുമ്പോൾ അവരുടെ അന്നത്തെ മന്ദിരമെന്ന് പറയുന്നത് യെരുശലേം ദേവാലയം. യെരുശലേം ദേവാലയത്തിൽ വരുമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ അന്നത്തെ മഹാപുരോഹിതനെ കയ്യഫാവിൻ്റെ അടുക്കൽ പറഞ്ഞു. അങ്ങ് അവിടെ അല്ല കർത്താവ് വന്നത്. അപ്പം തൻ്റെ മന്ദിരത്തിലേക്ക് വരും. യഹോവ തന്നെ വന്ന് രക്ഷിക്കുമെന്നതിന് ഒരു വചനം, അതും യെശയ്യാ പ്രവാചകൻ 35:4 പറയുന്നു, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവേൻ. അതായത് പാപത്തിൽ വീണ് തകർന്നു ഇനി രക്ഷയില്ല എന്ന് പറയുന്നവരോട് ധൈര്യപ്പെടുവേൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്നു നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുവേൻ. യെശയ്യാവിനോട് പറയുകയാണ്. അപ്പോൾ യഹോവയായ രക്ഷിതാവ് തന്നെ നിങ്ങളുടെ രക്ഷിതാവായി വരാൻ പോവുകയാണ്. ഇതിൻ്റെ ഒരു മറ്റൊരു വചനം യെശയ്യാ പ്രവാചകൻ 25:9 പറയുന്നു, അന്നാളിൽ, വരുന്ന സമയത്ത്, ഇതാ നമ്മുടെ ദൈവം, അവനെ അത്രേ നാം കാത്തിരിക്കുന്നത്. കണ്ടല്ലോ, മലാഖി 3:1 പറഞ്ഞത് നിങ്ങൾ അന്വേഷിക്കുന്ന നിയമദൂതനും കർത്താവുമായവൻ. അപ്പോൾ ഇവിടെ പറയുന്നത് അവനെ അത്രേ നാം കാത്തിരിക്കുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. അവൻ മറ്റൊരാൾ അയക്കുമെന്നല്ല, ഇത് മറ്റൊരാൾ അയക്കുമെന്ന് പറയുന്നുണ്ട്. അതെന്തിനാണ് ഞാൻ പറയാം. അവൻ വന്ന് നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ. പക്ഷെ വരുമ്പോഴോ മന്ദിരത്തിൽ വരും. പക്ഷേ പേരും ഒരുപക്ഷെ മാറ്റുമായിരിക്കും. പേര് മാറ്റിയതിന് കാരണമുണ്ട്, യേശു എന്ന് പേരാക്കിയതിന് കാരണമുണ്ട്. ഒരുവൻ രക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നാമം നൽകിയിട്ടുണ്ട്, പാപം മോചിക്കപ്പെടണമെങ്കിൽ ഒരു നാമം നൽകിയിട്ടുണ്ട്. ആ നാമം സ്വീകരിച്ചിട്ട് നാം എല്ലാം ആ നാമം വഴിയായി കർത്താവിലേക്ക് ചെല്ലണമെന്ന് ദൈവ ഇഷ്ടപ്രകാരമാണ് ആ നാമം അവിടെ മാറ്റിയത്. ഇനി ഇതിൻ്റെ മറ്റൊരു വചനം കൂടെ, യഹോവ വരുന്ന കാര്യം ആദ്യം യെശയ്യാ പ്രവചനം 40:3 പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് മലാഖി 3:1 പറഞ്ഞു വരുന്നത് എങ്ങനെയാണെന്ന്. ഇനി വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കണമെന്നത് മലാഖി 4:5. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. അപ്പോൾ രക്ഷിതാവായ, വീണ്ടെടുപ്പുകാരനായ, വിടുതൽക്കാരനായ, ഇസ്രായേലിൻ്റെ രാജാവായ സൈന്യങ്ങൾ യഹോവ ശരീരത്തിൽ വരുന്നതിന് മുമ്പ് ഏലിയാവിൻ്റെ ആത്മാവുമായി ഒരുവനെ അയക്കുമെന്നാണ്. അപ്പോൾ യഹോവ വന്ന്, അതായത് ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ, ഏലിയ പ്രവാചകൻ അല്ലെങ്കിൽ ഏലിയാവിൻ്റെ ആത്മാവുമായി വരുന്നവൻ ചെയ്യുന്നത്, അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഇതാണ് വളഞ്ഞതൊക്കെ ചൊവ്വായും ഉയർന്നത് താണും താഴ്ന്നത് ഉയർന്നും. അപ്പോൾ ഈ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഹോവ വരുന്നതിന് മുമ്പേ ഒരുവൻ അയക്കും, തെറ്റി നിൽക്കുന്നവരെ യഥാസ്ഥാനത്തെപ്പെടുത്തിയിട്ട് അവൻ ആരെ ചൂണ്ടിക്കാണിക്കുന്നുവോ അവൻ യഹോവയാണ്. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പുണ്ടായിരിക്കണം. പിന്നെ ജഡീയ മനുഷ്യൻ, പ്രാകൃത മനുഷ്യൻ ജഡത്തിൽ നോക്കിക്കൊണ്ട് ഇത് ജഡത്തിലല്ലേ, യഹോവ അങ്ങ് മുകളിലല്ലേ, ഇത് കന്യകൾ ജനിച്ചതല്ലേ, നമ്മുടെ ഇടയിലല്ലേ വളർന്നത്, നിനക്ക് 50 വയസ്സ് പോലും ആയില്ലല്ലോ, നിനക്ക് ഭൂതമുണ്ട്, ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞ വേദഗ്രന്ഥത്തെ പഠിച്ചിരുന്ന ശാസ്ത്രിമാരെ പോലെ ആകരുത്. അങ്ങനെ തന്നെയാണ് ഇന്ന് 99% സഭകളും. അപ്പോൾ ഇവിടെ വ്യക്തമായി പറയുന്നു, വരുന്നവൻ എന്ത് ചെയ്യും? അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോട് നിരപ്പിക്കും. ഓക്കെ, അപ്പോൾ പഴയ നിയമത്തിൽ ഇപ്രകാരം പറഞ്ഞിരുന്ന ഒരു വ്യക്തി ഇവിടെ വന്ന് ആ പ്രവൃത്തി ചെയ്തുവോ, അതിനുശേഷം ആര് വന്നെന്ന് നമുക്ക് നോക്കാം. അപ്പം മലാഖി കൊണ്ട് ഞങ്ങളിപ്പം ഏകദേശം അവസാനിപ്പിക്കുന്നു. അടുത്ത പുതിയ നിയമത്തിൽ വരെയാണ്. എങ്കിലും ആവശ്യം വരുന്ന സമയത്ത് വീണ്ടും പഴയതിലേക്ക് പോകും. ലൂക്കോസ് സുവിശേഷം 1:13 ദൂതൻ അവളോട് പറഞ്ഞു, സഖര്യാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക്
നിനക്കൊരു മകനെ പ്രസവിക്കാം, അവന് യോഹന്നാൻ എന്ന് പേരിടണം. അപ്പോൾ യോഹന്നാനെ ദൈവം ഇവിടെ ഉപയോഗിക്കാൻ പോവുകയാണ് ഏലിയാവിൻ്റെ ആത്മാവുമായി. 1:16 അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തും. ഒന്നാമത്തെ എഫെസോസ് സഭ ബൈബിൾ നമുക്ക് എഴുതപ്പെട്ട കാലം കത്തോലിക്ക, മാർത്തോമ, CSI, ലൂതർ മിഷൻ, പെന്തക്കോസ്, ജോൺ വെസ്ലി, ഇതിൻ്റെ വർഷങ്ങളൊക്കെ ഉണ്ട്. സഭാ കാലങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ആ സമയത്ത് പറയാം. അപ്പോൾ ഈ പെന്തക്കോസ് വരെ ഇരിക്കുന്നവർ ചെയ്തിരിക്കുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ ഇവരെല്ലാം ഈ യഹോവയെ വേറൊരു വ്യക്തിയും യേശുവിനെ വേറൊരു വ്യക്തിയായി പഠിപ്പിക്കുകയാണ്. അങ്ങനെ അല്ല എന്ന് കാണിക്കാനാണ് ദൈവകൃപയാൽ എനിക്ക് കർത്താവ് വെളിപ്പെടുത്തുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ പഴയ നിയമകാലത്ത് യഹോവ വരുമെന്നും സൃഷ്ടിതാവ് വരുമെന്നും പറഞ്ഞിരുന്ന ആ വന്നപ്പോൾ സുവിശേഷത്തിൽ പറയുന്നു, അവൻ ഇസ്രായേൽ മക്കൾ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക്. അപ്പോൾ പഴയ നിയമത്തിൽ യഹോവ എന്ന പേര് പറഞ്ഞിരുന്നു, കർത്താവെന്നും പറഞ്ഞിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് കർത്താവിന്, ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തും. ആര്? യഹോവ വരുന്നതിന് മുമ്പേ വരുന്നവൻ. അടുത്തവൻ എന്ത് ചെയ്യും? ലൂക്കോസ് സുവിശേഷം 1:17 അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവ്. ഏത് കർത്താവ്? യഹോവയായ കർത്താവ്, അല്ലെങ്കിൽ ദൈവമായ കർത്താവിന് വേണ്ടി വഴി ഒരുക്കുവാൻ അവന് മുമ്പേ. അവനാര്? യഹോവയ്ക്ക് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ഇത് ബൈബിളിൽ വ്യക്തമായി ഓരോ കാലഘട്ടത്തിൻ്റെ വചനവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ആത്മാവായ ദൈവം തന്നെയാണ് ജഡശരീരത്തിൽ വന്ന ഇമ്മാനുവേൽ. ഭൂമിയിലെ സകല സഭകളും ഇത് 2 വ്യക്തിയെന്നും 3 പിന്നെ 3 ചേർന്ന 1 എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലായി, അവൻ വന്ന് യഹോവ വരുന്നതിന് മുമ്പ് ഏലിയ പ്രവാചകനെ അയക്കും. ഇനി ഇതിൻ്റെ ഒരു അറ്റസ്റ്റേഷൻ, ഒരു വചനം നമുക്ക് നോക്കാം. ഇങ്ങനെ ലൂക്കോസ് സുവിശേഷത്തിൽ വന്ന് ഏലിയാവിൻ്റെ ആത്മാവുമായി ഒരുവൻ വന്ന് യഹോവയ്ക്ക് വഴിയൊരുക്കാൻ വന്നതാണ്, കർത്താവിന് വഴിയൊരുക്കാൻ വന്നതാണ് എന്ന് മനസ്സിലായെങ്കിൽ ഇണവചനമില്ലാതിരിക്കുകയില്ല. മത്തായി 3:1 പറയുന്നത്, ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു. എവിടെ? യെശയ്യാ 40 പറഞ്ഞു, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്. മത്തായി 3:3 മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്, കർത്താവിൻ്റെ വഴി ഒരുക്കി അവൻ്റെ പാത നിരപ്പാക്കുവൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. കണ്ടോ, യഹോവ വരുന്നതിന് മുമ്പ് ഏലിയാവിൻ്റെ ആത്മാവുമായി ഒരുവനെ അയക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ പ്രകാരം വന്ന യോഹന്നാൻ സ്നാപകനെ ചൂണ്ടി പറയുകയാണ്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിതെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ആരാണ്? യോഹന്നാൻ സ്നാപകൻ. ഇനി യോഹന്നാൻ സ്നാപകൻ ആര് എൻ്റെ പിന്നാലെ വരുന്നുവോ അതാരാണ്? യഹോവയായ ദൈവം, സൃഷ്ടികർത്താവായ ദൈവം, യഹോശുവായി, സകല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവ്. പക്ഷെ വരുമ്പോൾ മന്ദിരത്തിലേക്ക്, മലാഖി 3:1, അതായത് ശരീരത്തിലേക്ക് വരും. മലാഖിയിൽ പറഞ്ഞ കാര്യവും മലാഖി 3:1, മലാഖി 4:5, 6 ലൂക്കോസിൽ പറഞ്ഞത് വീണ്ടും മാർക്കോസിൽ പറയുന്നു, മത്തായിയിൽ പറഞ്ഞു. ഇത്രയും വചനങ്ങൾ ഇവിടെ വ്യക്തമായി കിടക്കുന്നു. അന്ത്യനാളായപ്പം കർത്താവ് ഹൃദയം തുറന്നു തരണേ. ഇത് കണ്ടിട്ട് വിശ്വസിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓടിപ്പോയി ഈ വെളിപ്പാട് ലഭിക്കാത്ത പുരോഹിതനോട് വിശ്വാസികളോട് ചോദിക്കുകയല്ല വേണ്ടത്, മുട്ടുമടക്കുക, കർത്താവിനോട് ചോദിക്കുക. കർത്താവ് ഇടപെടും. വിടേണ്ടവരെങ്കിൽ വിടുക. കാര്യം എന്താ? എപ്പോഴും വചനത്തോടു കൂടിയാണ് ചേർന്ന് നിൽക്കേണ്ടത്, വചനവിരുദ്ധമായവരുടെ കൂടെയല്ല ചേർന്ന് നിൽക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാനിതെല്ലാം നിങ്ങൾ പഠിപ്പിച്ചിടാൻ താല്പര്യപ്പെടുന്നത്. ഇനി യേശു തന്നെ പറയുകയാണ് ആരാണ് ഈ യോഹന്നാൻ സ്നാപകൻ എന്ന്. മത്തായി 11:2 യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു. കാര്യം അത് അവൻ വിടുതൽക്കാരനാണ്, രക്ഷിതാവാണെന്നാണ് യോഹന്നാൻ സ്നാപകൻ പഠിപ്പിച്ചത്. പക്ഷേ അവൻ കാരാഗൃഹത്തിലായപ്പോൾ രക്ഷിക്കാൻ വന്നില്ല. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുൻപായി അയക്കുന്നു, അവൻ നിൻ്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. യേശു ക്രിസ്തുവാണ് പറയുന്നത്. യോഹന്നാൻ സ്നാപകന് ചൂണ്ടിക്കാണിച്ച യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. മുൻപായി ഒരുവനെ ഏലിയാവിൻ്റെ ആത്മാവുമായി അയക്കുമെന്ന് പറഞ്ഞവൻ ഇവൻ തന്നെ. ഈ വന്ന് അറിയിച്ച്, യോഹന്നാൻ പറഞ്ഞത് കേട്ട് വന്ന് അറിയിച്ചവരോടും പറയുകയാണ്, നമുക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. എന്നിട്ടും ഇത് വായിച്ചിട്ടും പഠിച്ചിട്ടും ഭൂമിയിലെ സകല സഭകളും തെറ്റിയിരിക്കുന്നെങ്കിൽ കുരുടരല്ലേ? അവർക്ക് കാഴ്ച കൊടുക്കാൻ ആ കർത്താവ് എളിയെ എന്നെ ഉപയോഗിച്ചു. ഒരു യോഗ്യതയില്ലാത്ത വ്യക്തിയാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ കള്ളനാകുന്നു. എന്നാൽ ഇവർക്ക് എല്ലാവർക്കും അറിയാം, ഭൂമിയിലുള്ള എല്ലാ പള്ളിക്കാർക്കും അറിയാം യേശുവാണ് കർത്താവ് എന്നറിയാം. പക്ഷേ പുത്രനാണ് പിതാവ് എന്ന് പറഞ്ഞാൽ അവിടെ ഇടറിപ്പോവുകയാണ്. അതുപോലെ യേശുവാണ് ക്രിസ്തു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ യേശു ആണ് ഈ ക്രിസ്തു എന്ന് വെച്ചാൽ എന്താണ് എന്നറിയണം. യേശുവാണ് ക്രിസ്തു, ക്രിസ്തു എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ്. ഇനി നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ഇത് 3 തിരിച്ചറിഞ്ഞിട്ട് വേണം സ്നാനപ്പെടാൻ.
കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ട അനേകർ ഇരിപ്പുണ്ട്. കാലത്തികവിൽ ദൈവം ഒരു വ്യക്തിയിലൂടെ വെളിപ്പെടുത്തിയതാണ്. ആ വ്യക്തിയിലൂടെ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ജനത്തോട് പറയുകയാണ്. ബൈബിളിലെ വചനമാണ് ആദ്യം പറയുന്നത്. ഇത് കേട്ട് വിശ്വസിക്കുന്നവരാണ് കളപ്പുരയെ ശേഖരിക്കേണ്ടത്. ഗോതമ്പ് വിതച്ചിരിക്കുകയാണ് ഇവിടെ, പക്ഷേ കളകളാണ് തിങ്ങി. ഈ കറുപ്പാണ് കളകൾ. ഗോതമ്പ് ഈ കാലം ആകുമ്പോഴത്തേക്ക് ഈ വെള്ള കാണുന്നതാണ് ഗോതമ്പ്. അല്പമേ ഉള്ളൂ. പെന്തക്കോസ്ത് കുറച്ച് ഉണ്ടായിരുന്നു. ഇതിന് ഇത്രയും ഇടയിൽ നിന്നാണ് ഇനി വിശ്വസിക്കുന്നവരെ ഈ കൊയ്ത്തോളം വളരട്ടെ എന്നാണ്. കൊയ്ത്തിൻ്റെ നാളിൽ യജമാനൻ ദൂതന്മാരെ അയച്ചിട്ട് ഗോതമ്പിനെ കളപ്പുരയിലേക്ക്. ഇപ്പോൾ 7ാമത്തെ സഭയാണ് കളപ്പുര. അതായത് 1ാമത്തെ മുദ്രയൊക്കെ പൊട്ടിച്ചു. 1ാമത്തെ കുതിരപ്പുറത്തുള്ളവൻ അന്നേ പുറപ്പെട്ടു വന്നു. ഈ സഭകൾ പെന്തക്കോസ്ത് വരെയുള്ളവർ പറഞ്ഞ മുദ്രയൊന്നും തുറന്നില്ല എന്ന്. ഇതെല്ലാം പിശാച. 1ാമത്തെ മുദ്ര തുറക്കുന്നത് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരുന്ന സമയത്തിന് മുമ്പ് തന്നെ 1ാമത്തെ കുതിര പുറത്തുള്ളവൻ പുറത്തു വന്നു. അവൻ സഭയിൽ പുരോഹിതന്റെ വേഷത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 4:12 കർത്താവായ യേശുക്രിസ്തു നാമം കൊടുത്തപ്പോൾ അതിനെ എതിർക്കുന്നവൻ പുരോഹിതനായിരുന്നു. നമുക്ക് സഭയ്ക്ക് പുറത്തുള്ള ഒരു അവിശ്വാസിയെ കൊണ്ടുവന്ന് പറയാണ്, യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുത്തരുത്, യേശുക്രിസ്തു നാമത്തിൽ വിവാഹം നടത്തരുത്, യേശുക്രിസ്തു നാമത്തിൽ കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കരുത്, യേശുക്രിസ്തു നാമത്തിൽ വിവാഹം നടത്തരുത്, യേശുക്രിസ്തു നാമത്തിൽ മരണ അടക്ക ശുശ്രൂഷ ചെയ്യരുത് എന്നൊരു അവിശ്വാസി വന്ന് പറയുമ്പോൾ നമ്മൾ അപ്പോഴത്തന്നെ അടിച്ചോടി. കാര്യം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യരുതെന്നോ? പക്ഷെ പിശാച് ഉപയോഗിക്കുന്ന തന്ത്രമാണ്. യേശു പറഞ്ഞത്, നിങ്ങൾ പിശാചിന് തന്ത്രങ്ങൾ അറിയാത്തവരല്ലല്ലോ. അവൻ ദൈവപുരുഷനെന്നും BTH എടുത്തതും ഡിഗ്രി എടുത്തതുമായ പുരോഹിതൻ്റെ വേഷം ഇട്ടിരിക്കുന്ന ആരാണെന്നറിയാമോ? ചെന്നായി, ആട്ടിൻ തോലിട്ട ചെന്നായിക്കള. അവർ തന്നെ പറയുന്നു യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടരുത്. പച്ചക്ക് ചോദിച്ചിട്ടുണ്ട് കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ. അപ്പോസ്തലപ്രവൃത്തി 2:38, 8:16, 10:48, 19:5. കാണുന്നു എന്ന് പറയുന്നവൻ കാണുന്നില്ല എന്നും കാണുന്നില്ല എന്ന് പറയുന്നവനെ കാണിക്കാനുമാണ് ഈ സുവിശേഷം ഇപ്പോൾ അറിയിക്കുന്നത്. ഓക്കെ, യേശു പോയ ശേഷം വന്ന പരിശുദ്ധാത്മാവ് ആര് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യോഹന്നാൻ 14:18, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് യേശു പറയണേ, ഞാൻ എന്നാണ് പറയുന്നത്, നിങ്ങളെ എന്ന് പറയുന്നുണ്ട്. അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. യേശു പോകുന്നു, പോയിട്ട് തിരികെ വരുമെന്ന ഇവർ പറയുന്ന പ്രകാരം യേശുക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് 2000 വർഷം അനാഥരാണ് അവർ. നിങ്ങളെ എന്നാണ് പറയുന്നത്, നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഒരു ചെറിയ കൂട്ടം വരെ. യോഹന്നാൻ 14:16 വീണ്ടും പറയുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകത്തിന് കൊടുക്കുമെന്നല്ല, ക്രിസ്ത്യാനികൾ കൊടുക്കുന്നില്ല, നിങ്ങൾ വിളിച്ചു വേർതിരിക്കപ്പെട്ട പ്രീഡെസ്റ്റിനേഷൻ മുൻകുറിക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രം. അപ്പോൾ ഞാൻ തന്നെ അവനെന്ന് പഠിപ്പിച്ചു. പഴയതിൽ പുത്രൻ വേറെ പിതാവ് വേറെ, പിതാവ് അയച്ചിട്ട് പുത്രൻ വന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പിതാവിനോട് ചോദിക്കാം മറ്റൊരു കാര്യസ്ഥൻ. അപ്പം മരണത്തിനായിട്ടുള്ള 2, 3 തോന്നുന്ന തരത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മ ദൈവകൽപ്പന പ്രകാരം വിശ്വാസ സ്നാനം കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ചെയ്ത് പരിശുദ്ധാത്മ ലഭിക്കുമ്പോൾ ഇത് പിന്നെ തെറ്റിക്കാനോ പറഞ്ഞതെന്ന് ചോദിക്കുന്നവരുണ്ട്. നമുക്ക് ആ ചോദ്യം വരുന്നില്ല, നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതെ, അത് ദൈവത്തിൻ്റെ കൃപയായിരുന്നു. അതെപ്പോഴും അങ്ങനെ. ഏദൻ തോട്ടം മുതൽ മരണവും ജീവനും വെച്ചു, ശാപവും അനുഗ്രഹവും വെച്ചു, നന്മയും തിന്മയും വെച്ചു, രാവും പകലും വെച്ചു, എല്ലാം ഓരോന്നും നോക്കും വേർപെട്ടിരിക്കണമെന്ന് ദൈവം ഉൽപ്പത്തി മുതലേ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ സത്യം വ്യക്തമായിട്ടും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ 3 വ്യക്തിയെന്ന് ഇതുവരെയും പഠിച്ചിരുന്നവർ ഇത് ഒന്നാണെന്ന് മനസ്സിലായാൽ വേർപെടുക തന്നെ വേണം. കാര്യം യേശു പറഞ്ഞു, എൻ്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച്, ഈ സഭകളുടെ ഇടയിൽ ദൈവം വിതച്ച വിത്ത് മാത്രമേ പേർ ചൊല്ലി വിളിക്ക് പുറത്തേക്ക് കൊണ്ടുള്ളൂ. വേറെ ആരും പോവുകയുമില്ല, വേറെ ആർക്കും ഇത് മനസ്സിലാവുകയുമില്ല. അപ്പോൾ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പം ഈ വരുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് തരുമെന്ന. എന്നിട്ടോ ഈ വരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശുവിനെ പറയണേ, പോകുന്നതിന് മുമ്പേ പറയുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് യേശു പറയണം, ആർക്കാണ് മനസ്സിലാകുന്നത്? യോഹന്നാൻ 14:27, ലോകം അവനെ എന്നാണ് ഇവിടെ പറയുന്നത്, ലോകം അവനെ കാണുകയോ, അതായത് ഗ്രഹിക്കുകയോ അറിയുകയോ ചെയ്യായകയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയില്ല. ലോകമാണ് ഇന്ന് ഈ സമയത്ത് കാണുന്ന, ഈ കാലത്തുള്ളവർക്ക് കണ്ടു. ഓരോ കാലത്തും ദൈവം ഓരോ ഏഞ്ചലിനെ അയച്ചിട്ട് മാർട്ടിൻ, ഇറാനിയോസ്, കൊളംബ, ലൂതർ, വെസ്ലി ഇവരിലൂടെ ദൈവം അതത് കാലത്ത് ദൈവവചനം പറഞ്ഞപ്പോൾ അത് കേട്ട് വിശ്വസിച്ചവർ അന്ന് ആ കാലത്ത് അത് ദൈവത്തിൻ്റെ മക്കളായി. എന്നാൽ കർത്താവ് ഇപ്പം അവസാന ലവോദിക്ക സഭാകാലത്ത് ഒരു ഇടുക്ക് വാതിൽ, വെളിപ്പാട് 3:8 ഒരു വാതിൽ തുറന്നു വെച്ചിട്ട് ഈ വാതിൽ വഴിയായിട്ടാണ് ദൈവസഭയിലേക്ക് വിളിക്കുന്നത്. ദൈവസഭയുണ്ട്, ജഡീക സഭയുണ്ട്, പ്രാകൃത മനുഷ്യനുണ്ട്, ആത്മീക മനുഷ്യനുണ്ട്, ആത്മശരീരമുണ്ട്, ജഡീക ശരീരമുണ്ട്. അപ്പോൾ ഈ ഇന്ന് ലവോദിക്ക സഭാകാലത്ത് കാണുന്ന സമ്പന്നൻ, ഞാൻ ധനവാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഈ പുരോഹിത വർഗവും ഇത് 3 പഠിപ്പിക്കുന്ന പുരോഹിത വർഗവും ദൈവസഭയല്ല. ദൈവസഭ ചെറിയൊരു കൂട്ടം, ഇടുക്കുവാതിൽ, അത് കണ്ടെത്തുന്നവർ ചുരുക്കമായിരിക്കും. ഓക്കെ,
അപ്പോൾ ഈ കൂട്ടർക്ക് പരിശുദ്ധാത്മാവ് വേറെ ആയതുകൊണ്ട് ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയിൽ അവനെ ലഭിക്കാൻ കഴിയില്ല. കാണുകയോ അറിയുകയോ ചെയ്യായികൾ എന്ന് വെച്ചാൽ എന്താ? ഞാൻ തന്നെ പോയി മടങ്ങി വരുമെന്ന് എഴുതി വച്ചിരിക്കുന്ന ബൈബിൾ അവർ പ്രസംഗിച്ചിട്ടും വന്ന പരിശുദ്ധാത്മാവ് ഈ യേശു ആണ് എന്ന് ഗ്രഹിക്കാത്തതിനാൽ അവർ കർത്താവ് യേശുക്രിസ്തു നമ്മൾ സ്ഥാനപ്പെട്ടിട്ടുമില്ല, അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടുമില്ല, അവർക്ക് ദൈവത്തിൻ്റെ മക്കൾ എന്ന അവകാശവും ലഭിക്കില്ല. അതാണ് യോഹന്നാൻ 14:17 ലോകം അവനെ, ലോകം എന്ന് വെച്ചാൽ ലോകത്താണ് ഈ സഭയെ വിത്ത് വിതച്ചത്, അതിനെ കളപ്പരെ ശേഖരിക്കുന്നു. കളപ്പരെ ശേഖരിക്കുന്നവർക്കോ ഇനി അങ്ങനെ പറഞ്ഞാൽ നിങ്ങളോ അവനെ കാണും, അവനെ അറിയുകയും അവൻ നിങ്ങളുടെ കൂടെ ഇരിക്കുകയും ചെയ്യും എന്നാക്കാം. യോഹന്നാൻ 14:17. ഇനി ലോകത്ത് കാണാത്തവരോ ലോകം അവനെ കാണുകയില്ല, അപ്പോൾ നിങ്ങളോ കാണും. അതിനുണ്ട് നിങ്ങളോ കാണും, അറിയുക ചെയ്യാൻ അവന് ലഭിക്കില്ല. എന്നാൽ ഈ കാണുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുമെന്നും അവരിൽ തന്നെ ഇരിക്കുമെന്നും പറയുന്നുണ്ട്. യേശു തന്നെ പറയുന്നു. അത് നോക്കുക. യോഹന്നാൻ 14:17 നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. നോക്കൂ, യോഹന്നാൻ 14:17 തന്നെ രണ്ട് കൂട്ടരെ പറയുന്നു. മരണത്തിനായുള്ളവർ, ഇത് മൂന്നാക്കുന്നവരെ കുറിച്ചും ഒന്നാക്കി വിശ്വസിച്ചിട്ട് സ്നാനം സ്വീകരിച്ച് ദൈവസഭയോട് ചേർന്ന് ദൈവദിന പ്രകാരം ജീവിക്കുന്നവരെ കുറിച്ചും യോഹന്നാൻ 14:17 തന്നെ പറയുന്നു. ആദ്യം പറയുന്നത് മരണത്തിനായി പറയുന്നു. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനെ ലഭിക്കാൻ കഴിയില്ല. അപ്പോൾ ലഭിക്കുന്ന ചെറിയൊരു കൂട്ടർ, നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കും. ഈ പരിശുദ്ധാത്മാവാണ് വസിക്കുന്നത്. നിങ്ങളിൽ ഇരിക്കുകയും, പരിശുദ്ധാത്മാവാണ് നമ്മൾ ഇരിക്കുന്നത്, അവനെ അറിയും. എങ്ങനെ അറിയും? അവൻ തന്നെയാണ് പുത്രനായിട്ട് വന്നതും അവൻ തന്നെയാണ് സൃഷ്ടികർത്താവായ ദൈവവും. അവൻ്റെ നാമമാണ് പിതാവിൻ്റെ നാമം കർത്താവ്, പുത്രൻ്റെ നാമം യേശു, പരിശുദ്ധ നാമം ക്രിസ്തു. അല്ലാതെ ഉള്ളവർക്ക് അറിയില്ല. അവരിത് അറിയാത്തത് കൊണ്ടാണ് മൂന്നാക്കുന്നത്. അറിയുന്ന നമ്മെ ഉപദ്രവിക്കുകയും ചെയ്യും. യേശുവിന് താഴോട്ട് പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. യോഹന്നാൻ 14:18 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ശരീരത്തിൽ വന്നു നിൽക്കുന്ന യേശു പറയുകയാണ്, ശരീരത്തോടു കൂടെ ഇവിടെ ഇല്ല, പക്ഷെ ഇപ്പോൾ ആത്മാവായിട്ടാണുള്ളത്. ഈ ആത്മാവ് ഈ ശരീരം ആര് സ്വീകരിച്ചതാ? സൃഷ്ടിതാവായ ദൈവം. മക്കൾ ജഡരക്തങ്ങളോടുകൂടിയാണ് ജഡരക്തം ശരീരത്തിൽ വന്നിട്ട് ഈ യേശു തന്നെ പോയി മടങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നിട്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ എന്നാ പറയുന്നത്. യേശു ക്രിസ്തു പറയാണ്, പുത്രൻ പറയുകയാണ്, പക്ഷെ സംസാരിക്കുന്ന ആരാ? അകത്തിരിക്കുന്ന ആത്മാവ്, ദൈവം സൃഷ്ടികർത്താവ് പറയാണ്. ആത്മാവ് പറയാണ് ഞാൻ മുകളിലേക്ക് പോയി ശരീരത്തെ സ്വർഗീയടങ്ങൾ, ഇതാണ് ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് അധികാരത്തിലോട് കൂടി അവിടെ ശരീരം അറക്കപ്പെട്ട കുഞ്ഞാട്. എന്നിട്ട് ആ ആത്മാവ് തന്നെ വരികയും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഇവർ പറയുന്നു, അല്ലെങ്കിൽ യേശു നമ്മെ അനാഥരായിട്ട് വിട്ടിരിക്കുകയല്ലേ, വന്നത് മറ്റൊരുത്തനാണെങ്കിൽ. അടുത്ത യോഹന്നാൻ 14:19 തുടർന്ന് പറയാണ്, കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ സഭകളിലിരിക്കുന്നവർ ഇന്ന് ഇത് മൂന്നെന്ന് പറയുന്ന ആരും പരിശുദ്ധാത്മാവാരെന്നറിയില്ല, പുത്രനാരെന്നറിയില്ല, പിതാവാരെന്നറിയില്ല. വെറുതെ പഠിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം ബുദ്ധിയില്ല. അധരം കൊണ്ട് സ്തുതിക്കുന്നു, ഹൃദയം കൊണ്ടോ അകലെ ആയിരിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം, ഈ മൂന്നെന്ന് പഠിപ്പിക്കുന്നവർ എന്നെ, അതായത് ഈ യേശുവിനെ കാണില്ല. അവർ കണ്ടെങ്കിൽ പിന്നെ യേശു ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുമല്ലോ. കാണാൻ കഴിയാത്തതുകൊണ്ട് അവർ പരിശുദ്ധാത്മാവിനെ വേറൊരു വ്യക്തിയാക്കിയിരിക്കുന്നത്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, വേറൊരു പരിശുദ്ധാത്മാവിനെ എന്നെഴുതി ഞാനും വായിക്കുകയും പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നില്ലേ. പക്ഷേ യഥാർത്ഥ വെളിപ്പാട് ആണ് ഞാൻ പോയി കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ തരും, ലോകം എന്നെ കാണുകയില്ല, അപ്പോൾ നിങ്ങളോ എന്നെ കാണും. കണ്ടോ, ലോകം കാണില്ല, നിങ്ങൾ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ജീവിക്കും, അതാ നിത്യജീവൻ. യേശു ക്രിസ്തു പോയിട്ട് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വരുന്നു, അവൻ നിത്യജീവൻ പ്രാപിച്ചു. ഇടയ്ക്ക് വെച്ച് പോവുകയൊന്നുമില്ല, വീണ്ടെടുപ്പിൻ നാൾ വരെ മുദ്രയിട്ടിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വേറെ എന്ന് പറയുന്ന വ്യക്തിക്ക് ആരെ അറിയില്ല? യേശു ക്രിസ്തുവിനെ അറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എന്നെ അറിയുന്നത് തന്നെ നിത്യജീവൻ. യേശു ക്രിസ്തുവാണ് പിതാവെന്നും യേശു ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവെന്ന് അറിയണം. അല്ല, യേശുവാണ് കർത്താവെന്ന്, യേശുവാണ് ക്രിസ്തു എന്നറിയാം. അത് വെളിപ്പാടില്ലാതെ വെറുതെ എഴുതി വെച്ചിരിക്കുകയല്ലേ. പക്ഷെ പരിശുദ്ധാത്മാവുള്ളവന് മനസ്സിലാകും പുത്രൻ തന്നെയാണ് പിതാവ്, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്. ഇത് അംഗീകരിക്കില്ല. അവൻ കണ്ടിട്ടുമില്ല, ഗ്രഹിച്ചിട്ടില്ല, അവരുടെ കൂടെ വസിക്കുന്നതുമില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. നൽകില്ല. ഇനി യോഹന്നാൻ 14:20 ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. അതൊക്കെ വലിയ മർമ്മമാണ്. ഇതൊക്കെ ഉയർത്തെഴുന്നേറ്റ് പോകുന്ന യേശു ആണ് പറയുന്നത് ഞാൻ പിതാവിലും, അതായത് പുത്രൻ വേറെ എന്ന് തോന്നുന്നു എങ്കിലും ഈ ഞാൻ എന്ന് പറയുന്ന ഈ ബോഡിയിലാണ് പിതാവ് വസിക്കുന്നത്. അപ്പോൾ ഞാനും പിതാവും ഒന്നാകുന്നു. പലരും വിളിച്ച് പറയാറുണ്ട്, പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ അവർ, അതായത് ക്രിസ്തു വിശ്വാസികൾ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഒരു ശരീരവും ശരീരത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ്, അതായത് പുത്രൻ എന്ന ശരീരത്തിനകത്ത് ദൈവത്തിൻ്റെ, നാം ഒന്നായിരിക്കുന്നത് പോലെ
മനസ്സിലായില്ല? ദൈവം പിതാവ്, ആ ദൈവത്തിൻ്റെ ശരീരമാണ് നാം കണ്ട യേശു എന്ന ബോഡി. ആ ബോഡിയും ആ ആത്മാവും ഒന്നുപോലെ. അപ്പോൾ ആ ആത്മാവ് പറയുന്നതും പ്രവർത്തിക്കുന്നതും ബോഡിയിലൂടെ പുറത്തു വരുന്നത്. ഇതുപോലെ തന്നെ യേശു പറഞ്ഞ പ്രകാരം പരിശുദ്ധാത്മാവ് ലഭിച്ച ഒരു ക്രിസ്തു വിശ്വാസി, അവർ ഈ പുതിയ നിയമസഭയിൽ വിശ്വസിക്കുന്ന അവർ നമ്മെ പോലെ, അതായത് നമുക്കൊരു ജഡീക ശരീരമുണ്ട്. ഈ ശരീരത്തിൽ ആര് വരുന്നു? പരിശുദ്ധാത്മാവ്. ഈ ദൈവമാണ് പുത്രൻ്റെ ഉള്ളിലിരുന്നത്. പുത്രൻ പോയിട്ട് തിരികെ പരിശുദ്ധാത്മാവായിട്ട് വരുന്നു. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവർ, ഈ ക്രിസ്തു വിശ്വാസി നമ്മെ പോലെ, അവിടെ നമ്മെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകവചനമല്ല, ആ ഉദ്ദേശിക്കുന്ന ആ ആത്മാവ് ശരീരത്തിൽ ഇരുന്നത് പോലെ ഒന്നാകേണ്ടതിന് എന്ത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ബൈബിളിൽ വായിച്ചിട്ട് വർഷക്കണക്കിന് BTH ഡിഗ്രികളെല്ലാം പഠിച്ചിട്ടും ജ്ഞാനത്തിൽ ഒന്നും ഗ്രഹിക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും, കണ്ടോ, യേശു ക്രിസ്തു വന്ന് പരിശുദ്ധാത്മാവ് വരുന്നപ്പോൾ ഇപ്പം നമ്മൾ ക്രിസ്തുവിലാണ്. എന്നിട്ടോ ആരെന്ന് മനസ്സിലാവണം? പരിശുദ്ധാത്മാവ് വേറെ ആളല്ല, ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും എന്ന്. ഇപ്പോൾ ഇത് അറിയാതെ എത്രയോ ഇരിക്കും. ഞാനൊക്കെ ഈ പെന്തക്കോസ്തിലിരുന്നാണ്, കർത്താവിനോട് സേവ ചെയ്തിരുന്നതാണ്. അപ്പോഴെനിക്കറിയില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ വെളിപ്പെടുത്തി തന്നു ഇതെല്ലാം ഒന്നാണെന്ന്. അപ്പോൾ അന്ന് നിങ്ങൾ അറിയും, അല്ലാതെ ആരും അറിയുകയില്ല. ഇനി അടുത്ത് 14:28, ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും. അപ്പോൾ ലോകത്തിൽ പോവില്ല. കാര്യം ലോകം കാണില്ല എന്ന് പറഞ്ഞു. കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത്, ഇത് ഇപ്പോഴാണ് വെളിപ്പെട്ട് വരുന്ന സമയത്ത്. ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തിൽ ഇരിക്കുന്ന ആരും ഇത് വിശ്വസിച്ച് പുറത്തേക്ക് വന്ന് വിശ്വാസ സ്നാനം സ്വീകരിച്ച് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. ഇവിടെ പലരുടെയും യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ടിട്ട് അവിടുത്തെ ചില ഉപദേശങ്ങൾ ശരിയല്ലാത്തതുകൊണ്ട് പലരും വിളിച്ചിട്ടുണ്ട്. അവർക്കിത് വെളിപ്പാട് പറഞ്ഞു കൊടുക്കും. ഫോണിലൂടെ ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ട് ഇരിക്കണം. അപ്പോഴും ഇവിടെ പോവില്ല, ലോകത്ത് പോവില്ല. അവർ സ്നാനം ശരിയാണ്, പക്ഷേ കഴിക്കുന്ന മന്ന തെറ്റാണ്. നോക്കൂ, ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും. ഈ എല്ലാവരുടെയും ഇത് വേറെ വേറെ എന്ന് പറയുന്നവരുടെ അടുക്കൽ മടങ്ങി വരില്ല. എങ്കിൽ പരിശുദ്ധാത്മാവിനും പുത്രനാരുന്ന പിതാവും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നവനും അറിയും. പുത്രൻ ചെന്ന ദൈവാത്മാവ്, ഈ വിശ്വാസ സ്നാനം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നവനെ ദൈവത്തിൻ്റെ പുത്രൻ ദൈവം മാത്രം അറിയും. ഈ പുത്രൻ മാത്രം ദൈവത്തെ അറിയും, ദൈവം മാത്രം പുത്രനെ അറിയും. പിന്നെ ഈ പുത്രൻ ദൈവാത്മാവിനാൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് ഗ്രഹിക്കുന്ന നിങ്ങൾക്കും അറിയാൻ പറ്റും. അതുപോലെ ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. യോഹന്നാൻ 16:16 കൂടെ നോക്കുക. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല. അപ്പം നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് നിങ്ങൾ കാണില്ല. ഇതിങ്ങനെ വരിയായിട്ട് നോക്കി ശ്രദ്ധിച്ച് പഠിക്കുക. യേശു കുറച്ച് മുമ്പേ പറഞ്ഞു ലോകം എന്നെ കാണില്ല, നിങ്ങളോ എന്നെ കാണും. പക്ഷെ ലോകം കാണില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു പോയി മടങ്ങി വരുമ്പോൾ ലോകം, വിശ്വാസി എന്ന് പറയുന്ന ക്രിസ്ത്യാനി എന്ന് പറയുന്നവർ കാണില്ല. അപ്പോഴും പരിശുദ്ധാത്മാവ് പ്രാപിച്ച് മാളികമുറിയിൽ കൂടിയിരുന്ന് പരിശുദ്ധാത്മാവ് ലഭിച്ച് പരിശുദ്ധാത്മ ശക്തിയോടുകൂടെ ആ വിശ്വാസത്തിൽ നിൽക്കുന്ന നിങ്ങളോ എന്നെ കാണും. അത് പോയിട്ട് മടങ്ങി വരുന്ന സമയത്തുള്ള കാര്യമാണ് അത് പറഞ്ഞത്. ഇനി 16 പറയുന്നത് ഇപ്പോൾ ഇവിടെ നിന്നിട്ട് പോകുന്ന കാര്യം, പോയി വരുന്ന കാര്യം മുമ്പ് പറഞ്ഞു. 16 കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല. നോക്ക്, പോയി മടങ്ങി വന്നാൽ നിങ്ങൾ കാണും, ലോകം കാണില്ല. ഇപ്പോൾ പറയുന്നത് ഞാൻ ഉയർത്തെഴുന്നേറ്റ് പോകാൻ പോവുകയാണ്, നിങ്ങൾ എന്നെ കാണില്ല. കാര്യം ശരീരമായിട്ട് മുകളിലേക്ക് പോവുകയാണ്. 10 ദിവസം കഴിഞ്ഞ് എന്താണെന്ന് അപ്പോഴറിയില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. നിങ്ങൾ എന്നെ കാണുകയില്ല. പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. എന്ത് കൃത്യമായിട്ട് ഇതൊക്കെ വായിച്ച് ഗ്രഹിക്കുന്ന സമയത്ത് കണ്ണ് നിറഞ്ഞു പോകും ദൈവാത്മാവിനാൽ. പക്ഷേ ഇത് നിങ്ങളിപ്പോൾ അനേകം പലർക്കും ഗ്രഹിക്കുന്നുണ്ടാവാം. കർത്താവേ സ്തോത്രം, യേശുവേ എന്ന് പറയും. പക്ഷേ മുള്ളിനിടയിലും പാറപ്പുറത്തും വഴിയരികിലും വീഴുന്നല്ലോ അവിടെ തന്നെ ഇരിക്കും. പിന്നെ പോയി ചോദിക്കുന്നത് ഈ വെളിപ്പാട് ലഭിക്കാത്ത, അല്ലെങ്കിൽ പാസ്റ്റർ പറയും അതെ കറക്റ്റ് അവിടെ തന്നെ ഇരിക്കും. അത് ജീവൻ വയ്ക്കണമെങ്കിൽ അവളെ വിട്ട് പോരുക തന്നെ വേണം. ദൈവത്തിൻ്റെ ഒരു രീതിയാണ് സെപ്പറേഷൻ. അവിടെ ഇരുന്നാൽ ശരിയാകില്ല. അവിടുത്തെ വീണ്ടും ഈ തെറ്റായ മന്നയിലെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. 1-2 നോക്കൂ, ഈ ബൈബിൾ മുഴുവനും ആത്മീകമായി മറ്റൊരു ബൈബിളാണ്. നിങ്ങളോടും പറയും സുവിശേഷം അവർ മറ്റൊരു ബൈബിൾ, മറ്റൊരു ക്രിസ്തു. അതൊന്നുമല്ല. ഇപ്പം തന്നെ നോക്കൂ, ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് മുമ്പേ വരുന്ന കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ കാണും, ലോകം കാണില്ല. പോകുന്ന സമയത്ത് പറഞ്ഞ് നിങ്ങൾ കാണില്ല. പിന്നെ കുറഞ്ഞോന്ന് കഴിഞ്ഞ് ഞാൻ പോയി മടങ്ങി വന്ന് പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങൾ വരുമ്പോൾ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരും. അന്ന് നിങ്ങൾ കാണും, അപ്പോഴും ലോകം കാണുമെന്ന് പറയുന്നില്ല. പരിശുദ്ധാത്മാവെന്ന് ഞാനൊക്കെ പെന്തക്കോസ്തിരുന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു, കാണുന്നുണ്ട്. ഈ യേശു തന്നെയാണ് ഈ പറയുന്നതെന്നും അന്ന് കണ്ടു. പോയിട്ട് ഇന്ന് വന്നു അത് യേശു ക്രിസ്തുവാണ്, അതാണ് പിതാവെന്ന് മനസ്സിലായി. ലോകത്തിന് കാണാൻ കഴിയുന്നില്ല. എന്ത് സ്പഷ്ടമായി. ഇതാണ് ദൈവവചനം വെച്ചിട്ട് ന്യായം വിധിക്കുന്നത്.
പുറത്ത് ഈ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന വെച്ചിട്ടൊന്നുമല്ല ന്യായം വിധിക്കുന്നത്, സഭകളെ വെച്ചിട്ടല്ല ന്യായം വിധിക്കുന്നത്. ഓരോ ഏതെങ്കിലും ഒരു സഭയാണെങ്കിൽ ആ സഭയെ വെച്ച് ദൈവം മറ്റെല്ലാ സഭയും ന്യായം വിധിക്കണ്ടേ? ദൈവം തൻ്റെ വചനം വെച്ചിട്ടാണ് ന്യായം വിധിക്കുന്നത്. ഈ അന്ത്യനാൾ ഇതുപോലെ ഞങ്ങൾ സഭയിലൊക്കെ ഇതിനേക്കാൾ ശക്തമായി നല്ല വ്യക്തമായാണ് പഠിപ്പിക്കുന്നത്. ഇതൊന്നും പറയാൻ പാടില്ല വാസ്തവത്തിൽ. കാര്യം മുത്തെടുത്ത് യോഗ്യതയില്ലാത്തവരുടെ മുമ്പിൽ ഇടരുന്ന. പക്ഷേ അന്ത്യനാളിൽ ദൈവം തൻ്റെ മർമ്മങ്ങൾ തുറന്നു തരുമെന്ന് പറഞ്ഞ് ഉൽപ്പത്തി മുതൽ വെളിപ്പാടുള്ള സകല മർമ്മം, ഈ ബൈബിളിനെ നമ്മൾ വായിക്കുമ്പോൾ വെളിപ്പാടിൻ്റെ ബൈബിളുണ്ട്. ആ വെളിപ്പാടാണ് ഭക്ഷിച്ചുകൊണ്ട് ദൈവം അവനെയാണ് വെളിപ്പാടിൽ കെട്ടപ്പെടുന്നത് കർത്താവ് അവനെ കൊണ്ടും. ബാക്കി 99% നോഹയുടെ കാലം പോലെ ഇവിടെ വീണ് കിടക്കുന്നവരാണ്. മത്തായി 28:20. അപ്പോൾ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണില്ല, വീണ്ടും കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങളോ കാണും. ഓക്കെ, മത്തായി 28:20. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ സ്നാനമെന്ന് പറഞ്ഞ ശേഷം മത്തായി 28:20 യേശു പറയണേ, യേശുക്രിസ്തു പറയാണ്, ശ്രദ്ധിക്കണം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. യേശുക്രിസ്തു ഉയർന്നിട്ട് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എന്ന് പറഞ്ഞാൽ 2000 വർഷം അനാഥരല്ലേ? ഇതോ എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷെ വന്നപ്പോൾ മറ്റൊരു ഫാമിൽ പരിശുദ്ധാത്മാവായിട്ട് വന്നു. ഈ ആത്മാവാണ് ദൈവം എന്ന പരിശുദ്ധ ആത്മാവ്, അത് തന്നെയാണ് പരിശുദ്ധാത്മാവ്. ലോകം ഇതിനെ 3 പഠിപ്പിക്കുന്നത്. അപ്പോൾ യേശു ഒരു പ്രാർത്ഥിക്കാനായിട്ട് ഒരു കാര്യം മുൻപ് പറയാണ്. യേശു ജീവിച്ചിരിക്കുന്ന സമയത്ത്, അതായത് ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് യേശു പറയുന്നൊരു മർമ്മപ്രധാനമായ കാര്യമാണ്. ഇതിൻ്റെ മർമ്മം എന്താണെന്ന് പറഞ്ഞുതരാം. യോഹന്നാൻ 16:23 യേശു പറയാണ്, ശിഷ്യന്മാരോട് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരോട് മാത്രം, ബാക്കിയാർക്കും അറിയില്ല, ഇന്നും ഗ്രഹിച്ചിട്ടില്ല, അവരിത് പഠിക്കുന്നുണ്ട്. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കില്ല. അതായത് യേശു പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പഠിപ്പിച്ച് വരുന്ന സമയത്ത് പറയാണ്, ഉയർത്തെഴുന്നേറ്റ് പോയതിന് ശേഷമുള്ള കാര്യം. അന്ന് നിങ്ങൾ, ഇതിനു മുമ്പ് എന്താ പറഞ്ഞത്? നിങ്ങൾ പുത്രൻ്റെ നാമത്തിൽ ചോദിപ്പിൻ എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പിതാവിനോട് അപേക്ഷിക്കും എന്ന് പറഞ്ഞു, അല്ലേ? ഇതാണ് യേശു പറഞ്ഞത്. ഇനി യേശു പോയി പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം, അത് പുതിയ നിയമസഭയുടെ പരിശുദ്ധാത്മാവ് ലഭിച്ച വ്യക്തികളുടെ കാര്യമാണ് പറയുന്നത്. അന്ന് നിങ്ങൾ, ആ പരിശുദ്ധാത്മാവ് ലഭിച്ചവർ, നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഓക്കെ, പുത്രൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് എൻ്റെ നാമത്തിൽ തരും. അടുത്ത് നോക്കുക, 16:25. ഇത് ഞാൻ സാദൃശ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, എങ്കിലും ഞാൻ ഇനി സാദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ. അതായത് സാദൃശ്യം എന്താ? പുത്രൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കും, പിതാവ് നൽകും എൻ്റെ നാമത്തിൽ. ഇത് സാദൃശ്യം, 2 ഉണ്ട് സാദൃശ്യപ്പെടുത്താനായിട്ട്. പക്ഷേ ഇനി അടുത്തൊരു കാര്യം നോക്കുക, എങ്കിലും ഞാൻ ഇനി സാദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ, ഇത് 2 സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. ഈ പിതാവ് വേറെയെന്നും പുത്രൻ വേറെയെന്നും പഠിപ്പിച്ചിരുന്നു. യേശു എന്ന ശരീരത്തിൽ നോക്കുമ്പോൾ പിതാവ് വേറെ എന്ന് അവർ പഠിപ്പിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്ന് പിതാവ് ആകർഷിച്ച് പുത്രൻ്റെ അടുക്കലേക്ക് വന്ന ശിഷ്യന്മാർ പറയാണ്, ഇനി ഞാൻ സാദൃശ്യം കൂടാതെ, ഞാനും പിതാവ് ഒന്നാണ്, ഞങ്ങൾ ഏകനല്ല, ഞാൻ അനാഥനല്ല എന്നൊക്കെ ഇന്നും ഈ 2 അവർ അതെല്ലാം കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് ലഭിക്കാത്തതുകൊണ്ട്. പരിശുദ്ധാത്മാവ് ലഭിച്ചാൽ മാത്രമേ അവർക്ക് വെളിപ്പെടുള്ളൂ. പിന്നെ സാദൃശ്യമായിട്ടല്ല അവർ സംസാരിക്കുന്നത്, സ്പഷ്ടമായി വ്യക്തി. ഞാനിപ്പോൾ പറയുന്നില്ലേ, ഈ പിതാവ് എന്ന യഹോവയായ ദൈവം തന്നെയാണ് യേശുക്രിസ്തു ശരീരത്തിൽ വന്നത്. അവൻ തന്നെയാണ് ശരീരം മുകളിലോട്ട് പോയിട്ട് ഞാൻ പോയി കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകാവസാനം നിങ്ങളോടുണ്ട്. സ്പഷ്ടമായി പറയുന്നു. അവർക്ക് ഗ്രഹിക്കില്ല. കാര്യം എന്താ? അവർ ജ്ഞാനത്തിൽ ആശ്രയിക്കുകയാണ്. ഈ 3 അക്ഷരത്തിൽ നോക്കുന്നു, അത് കൊല്ലുന്നു. പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. ആരാണ്? ഞാൻ അറിയിക്കുന്ന നാഴിക എന്നാണ് പറഞ്ഞത്. ഞാൻ ഇനി സാദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ കുറിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. ആരാ അറിയിക്കുന്നത്? പരിശുദ്ധാത്മാവാണ് സകല സത്യത്തിലും. ഇതെല്ലാം 2, 3 പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ എക്സാക്റ്റ് വെളിപ്പാട് സകല സത്യത്തിലും വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അന്നും ആരറിയിക്കും? ഞാൻ അറിയിക്കുന്ന നാഴിക എന്ന ഈ പരിശുദ്ധാത്മാവ് ഞാൻ തന്നെ. ഇതുപോലെ ഓരോ വചനത്തിൻ്റെ ഉള്ളിൽ മർമ്മം നിഗൂഢമായ രഹസ്യങ്ങൾ കിടക്കുകയാണ്. ഞാനിപ്പോൾ സിമ്പിളായി പറഞ്ഞു തന്നു. ഇത് ആദ്യമായി ഗ്രഹിക്കുകയും കേൾക്കുകയും അതിൽ ഉറക്കുകയും ചെയ്യുന്നവരുടെ ആത്മദാഹം എനിക്ക് മനസ്സിലാകും. അവരവിടെ അടങ്ങിയിരിക്കുകയും ചെയ്യരുത്, പാറപ്പുറത്ത് വീഴുന്നതാവുകയും ചെയ്യരുത്. അപ്പം സ്പഷ്ടമായി സംസാരിക്കുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അത് ഞാൻ തന്നെ പറയുന്നത്. ഇനി യോഹന്നാൻ 16:26 ഇതേ ഒരു മർമ്മം പറയണേ. എല്ലാം വായിച്ച് പഠിപ്പിക്കുന്നുണ്ട്, സത്യം ഗ്രഹിക്കുന്നു നോക്കുക. അന്ന് പരിശുദ്ധന്മാർ വരുന്ന സമയത്ത് ആത്മാവിൽ വഴി നടത്തുമ്പോൾ നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, വല്ലതും പിടികിട്ടണ. യേശു ആദ്യം പറഞ്ഞു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുമ്പോൾ
അപ്പോൾ പിതാവിനോട് അപേക്ഷിച്ചിട്ട് പിതാവിനോട് പറയും, നൽകാൻ പറയും. പിതാവ് എൻ്റെ നാമത്തിൽ തരും. അപ്പോൾ അവിടെ മധ്യസ്ഥനായിട്ട് യേശു ക്രിസ്തു നിന്ന് പറയുമെന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് വരുന്ന നാളിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് കർത്താവേ കൊടുക്കണം എന്ന് പറയില്ല. കാര്യം എന്താ? ഞാനാണ് നിങ്ങളുടെ ഇരിക്കുന്നത്. അപ്പോഴേക്കും ഞാനും പിതാവും ഒന്ന്. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ആരെന്നും പിതാവാരെന്നും പുത്രനാരെന്നും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ പിന്നെ ഇനി പുത്രൻ അവിടെ ഇരുന്ന് പറയുമെന്ന് പറയില്ല. കണ്ടോ എത്ര സ്പഷ്ടമായി വചനം പറഞ്ഞിരിക്കുന്നു. കർത്താവേ, ഒരു പണ്ഡിതനും പറയാൻ പറ്റില്ല ഞാൻ അവിടേക്ക് ഇരുന്നതാ, ഇതെല്ലാം ശുശ്രൂഷിച്ചിട്ടിരുന്നതാ. ഇവിടെ നോക്കൂ, വേറെ ഒരു കാര്യം പറയാം. ദാവീദും പരിശുദ്ധാത്മാവിലായിട്ട കർത്താവിനോട് പറയാം, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. നിങ്ങളും പരിശുദ്ധാത്മാവ് പ്രാപിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി അവിടെ എന്താ കണ്ടത്? ദൈവത്തെയും കണ്ട് മനുഷ്യപുത്രനെയും കണ്ടെന്ന് അവർ പറയുന്നത്. എന്തൊക്കെയാണ് കണ്ട് ശ്രദ്ധിച്ചു നോക്കുക. ദൈവമഹത്വം കണ്ടു, ദൈവത്തെ കണ്ടില്ല. ദൈവമഹത്വം, അതായത് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ദൈവസിംഹാസനത്തിലെ തേജസ് അവർ കണ്ടു. ആരുടേതൊന്നും കാണുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം അവർ കണ്ടു, തേജസ് കണ്ടു. അടുത്തോ, ദൈവത്തിൻ്റെ ആ കണ്ട തേജസ് എന്ന മഹത്വം അതിൻ്റെ വലതു ഭാഗത്ത് യേശുവിനെ കണ്ടു. അവിടെ തേജസ്സോടുകൂടി കണ്ട കർത്താവിൻ്റെ സ്ഥാനത്ത് ദൈവ മഹത്വം കണ്ട ആ മഹത്വത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവൻ യേശു. വലതു ഭാഗമെന്ന് പറഞ്ഞത് അവൻ അധികാരത്തിൽ തിരികെ കരേറി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വന്ന് വിളങ്ങി തിരികെ അവൻ ആ രാജകീയ സിംഹാസനത്തിലേക്ക് പോയി നിൽക്കുന്നതാണ്. വലതു ഭാഗമെന്ന് പറഞ്ഞാൽ അധികാരം. അവൻ തിരികെ അധികാരത്തിൽ കരേറി. ഈ ബൈബിൾ കോളേജിൽ ഇവിടെ പഠിച്ച ഈ പുരോഹിത വർഗം മുഴുവൻ ആത്മക്കണ്ണ് അടഞ്ഞു പോയതാണ്. ക്രൂശിലെ കള്ളനുണ്ടായിരുന്ന വെളിപ്പാട് പോലും ഇന്നത്തെ സഭാ പുരോഹിതന്മാരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ന്യായവിധിക്കായി പറയുന്നു, ക്രൂശിലെ കള്ളനുണ്ടായ വെളിപ്പാട് പോലും നിങ്ങൾക്കില്ല. അവരുടെ കീഴിലിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങൾ ദൈവവചനത്തോടൊപ്പം നിൽക്കുക. നിങ്ങളെ തകർക്കുന്ന ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളുടെ ഇടയിലല്ല നിൽക്കുവാനുള്ളത്. ആ ക്രൂശിലെ കള്ളം പറഞ്ഞ കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. ആ ക്രൂശിലെ കള്ളം പറഞ്ഞ് ഈ രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞു. അതുപോലെയാണ് അവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതുകൊണ്ട് ഒരുവനെ അവിടെ ഉള്ളൂ. ആ ദൈവമഹത്വത്തിന് ഉള്ളിൽ കണ്ടത് യേശു ക്രിസ്തു എന്ന മരണത്തിനായി തന്നെയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. പരിശുദ്ധാത്മാവിലായിട്ടല്ലാതെ ഇവയെ ഗ്രഹിക്കില്ല. ഇന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഇത് പറയുന്നത്? നമ്മൾ അപമാനിക്കാനായിട്ട് ഇതെല്ലാം പറയുമ്പോൾ മൂന്നാക്കാൻ അവരെടുക്കുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ 20:28 നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവേൻ. ഒരു മർമ്മപ്രധാന ഭയങ്കര ആ സമയത്തെ പറയുകയാണ്. അതായത് കർത്താവ് യേശു ക്രിസ്തു നമ്മൾ സ്ഥാനപ്പെട്ട് പരിശുദ്ധാത്മ ലഭിച്ചവരെ മാത്രമാണ്, അവകാശപ്പെടുന്നവരല്ല. സൂക്ഷിച്ചു കൊള്ളുവേൻ. ഞാൻ പോയ ശേഷം അപ്പോസ്തലന്മാർ പറയാണ്, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. അപ്പോസ്തല പ്രവൃത്തി 4:17-18 മുതൽ തന്ന യേശു ക്രിസ്തു നാമം സ്നാനത്തിൽ നിഷേധിക്കുന്നവർ മുഴുവനും ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് ഈ മഹാപുരോഹിത വർഗം. അടുത്ത് ഗലാത്യർ 1:6 ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു. ഞങ്ങൾ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞതുപോലെ ഞാൻ അതിനെ ഉറപ്പിക്കുകയാണ്, പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനം വേണ്ട എന്ന് പറയുന്ന മഹാപുരോഹിതന്മാരെ, നിങ്ങളെ നോക്കി വചനം ദൈവം പറയുന്നു, നിങ്ങൾ ശപിക്കപ്പെട്ടവർ എന്ന്. ദൈവവചനം ഇതെടുത്ത് പഠിപ്പിക്കാതാണ് എൻ്റെ ദൗത്യം. യേശു തന്നെ ക്രിസ്തു, അതായത് പുത്രൻ തന്നെ പരിശുദ്ധാത്മാവ് എന്ന് വിശ്വസിക്കുന്നവൻ മാത്രമാണ് ദൈവത്തിൽ നിന്നുള്ളവൻ. പുത്രൻ വേറെ പരിശുദ്ധാത്മാവ് എന്ന് വേറെ എന്ന് പഠിപ്പിക്കുന്നവൻ എതിർ ക്രിസ്തു. നിങ്ങൾക്ക് എങ്ങനെ അവിടെ അടങ്ങിയിരിക്കാൻ കഴിയും? ദൈവത്തിൻ്റെ വചനത്തോടൊപ്പം ഇരിക്കുക. ഇന്നും എത്ര തന്നെ ദൂരെ ആയിരുന്നാലും ഇതുപോലെ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാം. അതല്ല, നിങ്ങളുടെ സഭ മുഴുവനായി മാറി ഇതേ വെളിപ്പാട് പഠിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കുക. ഇല്ലെങ്കിൽ എത്ര തന്നെ ദൂരെ ആയാലും സത്യം നിങ്ങൾ കണ്ടെത്തുക തന്നെ വേണം. അപ്പോൾ ഇതുവരെയും പറഞ്ഞ വചനങ്ങൾ നിങ്ങൾ ബൈബിളുമായി എടുത്ത് പരിശോധിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക, ആ ദൈവവചനത്തോട് ചേർന്ന് പോവുക. എൻ്റെ വാട്സപ്പ് നമ്പർ 9809150386. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എന്തെങ്കിലും കൂടുതൽ അറിയാനുള്ളവർ വിളിക്കുക, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.